മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചില്ലേ? ഓരോ ഫംഗസിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ പഠിച്ചില്ലേ? ഫംഗസിലെ ബെസിഡിയോ കാർപ്പ്, ആസ്കോ കാർപ്പ്, പിന്നെ അതുപോലെ ഓരോ ഫംഗസിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? ഓക്കെ, ചോദിക്കണോ? ഡ്യൂട്രോമൈസിറ്റ്സിന് എന്തുകൊണ്ടാണ് ഇംപെർഫെക്റ്റ് ഫഞ്ച് എന്ന് വിളിക്കാൻ കാരണം മക്കളെ? ഡ്യൂട്രോമൈസിറ്റ്സിന് എന്തുകൊണ്ടാണ് ഇംപെർഫെക്റ്റ് ഫഞ്ച് എന്ന് വിളിക്കാൻ കാരണം? സെക്ഷൽ സ്റ്റേജസ് ഇന്നേ വരെ നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ വേറെ ചോദിക്കാനുള്ള കാര്യം, ഓക്കെ, കൊണീഡിയ എക്സോജീനിയസ്ലി ആണോ എൻഡോജീനിയസ്ലി ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കൊണീഡിയ എക്സോജീനിയസ്ലി. The fruiting body of Basidiomycetes നെ വിളിക്കണ പേരെന്താ? Fruiting body of Basidiomycetes. ബെസിഡിയോ കാർപ്പ് എന്നാണ് വിളിക്കുക അല്ലെ? യെസ്, ബെസിഡിയോ കാർപ്പ് എന്നാണ് വിളിക്കുക. യെസ് യെസ്. പിന്നെ ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് ആസ്കോമൈസെറ്റ്സിനെ വിളിക്കണ പേരെന്താ? ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് ആസ്കോ കാർപ്പ് എന്നാണ് വിളിക്കുക. ഓക്കെ, ശരി ശരി, ആസ്കോ കാർപ്പ്. പിന്നെ എടാ, ഇതിലില്ല നമ്മുടെ ബെസിഡിയോമൈസെറ്റ്സില് ഒരു ഡൈക്കാരിയോട്ടിക് സ്ട്രക്ചർ കാണാം. ഡൈക്കാരിയോട്ടിക് സ്ട്രക്ചർ, ആ സ്ട്രക്ചറിന് എന്താ വിളിക്കുക? പിന്നെ ഈ ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് ബെസിഡിയോമൈസെറ്റ്സിൽ മാത്രമല്ല കാണുക, ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് ആസ്കോമൈസെറ്റ്സിലും ഒബ്സർവബിൾ ആണ്. വേണമെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ, ഒരു ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് ആസ്കോമൈസെറ്റ്സിലും ഒബ്സർവബിൾ ആണ് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോണ്ടിട്ടാ. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് എന്താണെന്നുള്ള അറിയില്ലേ? വാട്ട് യു മീൻ ബൈ ഡൈക്കാരിയോട്ടിക് സ്റ്റേജ്? വാട്ട് യു മീൻ ബൈ ഡൈക്കാരിയോട്ടിക് സ്റ്റേജ്? എന്താ ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിട്ട് രണ്ട് ന്യൂക്ലിയസ് ഒരു ഹൈഫയിൽ വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മള് ഡൈക്കാരിയോൺ സ്റ്റേജ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേജ് പോസിബിൾ ആണ്. നമ്മളെ ഇതിലും പോസിബിൾ ആണ്. ഏതില് പോസിബിൾ ആണ്? നമ്മളെ ആസ്കോമൈസെറ്റ്സില്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മുടെ ആർച്ച് വിറ്റക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ കൊടുക്കാത്ത ചില ആളുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഞാനീ പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ആർച്ച് വിറ്റക്കറിന് ഇവരെ ഒന്നും ഒരു പ്രത്യേക സ്ഥലത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ആളാണ് വൈറസ് എന്ന് പറയുന്ന ആള്. വൈറസിനെ കുറിച്ച് ആർച്ച് വിറ്റക്കറിന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ശരിക്കും ആർച്ച് വിറ്റക്കറിന് അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ കൊടുക്കാൻ കഴിയാത്ത ആളെയാണ് വൈറസ് എന്ന് പറയാം. ഞാനൊരു സംശയം ചോദിക്കട്ടെ, വൈറസ് ശരിക്കും ലിവിങ് ആണോ? വൈറസിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് നന്നായി അറിയാലോ. വൈറസ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ? വൈറസ് ജീവനുള്ള സെല്ലിനുള്ളിൽ ലിവിങ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. വൈറസ് ഒരു കല്ല് പോലെയാണ്. ഞാൻ പറയും എപ്പോ വൈറസ് ഒരു കല്ല് പോലെയാണ്, ഇനേർട്ട് ക്രിസ്റ്റൽ. എപ്പോ ഔട്ട്സൈഡ് ബോഡി, ഒരു ഔട്ട്സൈഡ് ലിവിങ് സെൽ, ഒരു ലിവിങ് സെല്ലിൽ കേറാതിരിക്കുമ്പോൾ അതൊരു കല്ല് പോലെയാണ്, ക്രിസ്റ്റൽ പോലെയാണ്. പക്ഷേ ഒരു ലിവിങ് സെല്ലിൽ കേറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഹോസ്റ്റ്, ലിവിങ് സെൽ എന്ന് പറഞ്ഞാൽ അത് കേറും. അതായത് ഹോസ്റ്റ് ഉദ്ദേശിക്കുന്നത് വൈറസ് കേറുന്ന സെല്ല്. അപ്പൊ നമ്മൾ അതിനെ ഹോസ്റ്റ് എന്ന് വിളിക്കും. ഏതൊരു വൈറസ് ആണോ ഏതിലാണോ കേറുന്നത് അവരെ നമ്മൾ ഹോസ്റ്റ് എന്നാണ് വിളിക്കുക.
അപ്പൊ വൈറസ് കയറി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ അവരുടെ മെഷീനറി സിസ്റ്റം, ആ സെല്ലിന്റെ മൊത്തം സിസ്റ്റം ടേക്ക് ഓവർ ചെയ്യും, ഇവര് കൺട്രോൾ ചെയ്യും മൊത്തം. പിന്നെ വൈറസ് പിന്നെ അവിടെ കിടന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. വൈറസ് അവിടെ കിടന്നിട്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് പ്രത്യേകത. മൾട്ടിപ്ലൈന്റെ വേറൊരു മീനിങ് ആണ് റെപ്ലിക്കേറ്റ്. റെപ്ലിക്കേറ്റ് എന്നാണ് വേറൊരു പേര്. വൈറസിന്റെ കോപ്പികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഒരു ലിവിങ് സെല്ലിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അപ്പൊ വൈറസിന് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. നോൺ ലിവിങ് പ്രോപ്പർട്ടി ഉണ്ട്, പിന്നെ അതുപോലെ ലിവിങ് പ്രോപ്പർട്ടി ഉണ്ട്. നോൺ ലിവിങ് പ്രോപ്പർട്ടി ഒരു നോൺ ലിവിങ് ആയിട്ട് ഒരു ലിവിങ് സെല്ലിൽ കയറാതിരിക്കുമ്പോഴാണ് നോൺ ലിവിങ് പ്രോപ്പർട്ടി. പക്ഷെ ലിവിങ് പ്രോപ്പർട്ടി കാണിക്കുന്നത് ഒരു ലിവിങ് സെല്ലിൽ കയറുമ്പോഴാണ് എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പൊ വൈറസ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു ഡയലോഗ് എന്താണെന്നറിയോ? ഞാൻ പറയുന്ന ഡയലോഗ് ഇതാണ്: വൈറസ് ഈസ് നോട്ട് ട്രൂ ലിവിങ്. വൈറസ് ഈസ് നോട്ട് ട്രൂ ലിവിങ്. എന്താ കാരണം? നോട്ട് ട്രൂ ലിവിങ്. എന്താ കാരണം? ബിക്കോസ് ഇറ്റ് ഹാസ് എന്താണ്? ബിക്കോസ് ഇറ്റ് ഹാസ് എന്ത് ക്യാരക്ടർ ഉണ്ട്? ബിക്കോസ് ഇറ്റ് ഹാസ് പറഞ്ഞോളൂ. ഇറ്റ് ഹാസ് ബോത്ത് dead and living. എന്ത് ബോത്ത് ലിവിങ് ആൻഡ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് പ്രോപ്പർട്ടി. മനസ്സിലായോ? ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് പ്രോപ്പർട്ടി. പ്രശ്നമൊന്നുമില്ലല്ലോ? അറിയോക്കെ? ഓക്കെ. അപ്പോ അതായത് ഒരു കാര്യം കൂടി പറയട്ടെ. അതായത് ഇറ്റ് ഈസ് ഇനേർട്ട് ക്രിസ്റ്റൽ. എപ്പോ ഇറ്റ് ഈസ് ഇനേർട്ട് ക്രിസ്റ്റൽ? എപ്പോ it is Outside living And cell. outside living. Outside the living. it is inert crystal. It is inert crystal if it is outside the living body. ശരിയല്ലേ? if it is outside the Living cell. outside the living cell എന്ന് എഴുതാം. outside the living cell എന്ന് എഴുതാം അല്ലെ? outside the living cell എന്ന് എഴുതാം. ലിവിങ് സെൽ. പിന്നെ മാത്രല്ല ഇത് എന്ത് ചെയ്യും? when it infect കോമൺ അതൊരു സെല്ലിനെ ഇൻഫെക്ട് ചെയ്യുകയാണെങ്കിൽ when it infect ലിവിങ് സെല്ല് അല്ലെങ്കിൽ ലിവിങ് സെല്ലിനെ ഇൻഫെക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹോസ്റ്റിനെ ഇൻഫെക്ട് ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? they take over the മെഷീനറി ഓഫ് ദി ഹോസ്റ്റ് സെൽ എന്നാണ് പറയാം. മെഷീനറി ഓഫ് ദി ഹോസ്റ്റ് സെൽ. എന്താ മെഷീനറി ഓഫ് ദി ഹോസ്റ്റ് സെൽ എന്ന് പറഞ്ഞാല്? മെഷീനറി മൊത്തത്തില് കൺട്രോൾ ചെയ്യുന്ന അറിയാം. മെഷീനറി ഓഫ് ദി ഹോസ്റ്റ് സെൽ. എന്നിട്ട് എന്താ സംഭവിക്കുക? ഹോസ്റ്റ് സെൽ ടു റെപ്ലിക്കേറ്റ് ദംസെൽവ്സ്. ഇതിനൊക്കെ മലയാള മീനിങ് മനസ്സിലാവുണ്ടോ? ടു റെപ്ലിക്കേറ്റ് ദംസെൽവ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം, അതിന്റെ അർത്ഥം എന്താ? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ടു റെപ്ലിക്കേറ്റ് ദംസെൽവ്സ്. പിന്നെന്താണ്? അവസാനം എന്ത് ചെയ്യും? അവര് കില്ല് ചെയ്യും. കില്ലിംഗ് ദി ഹോസ്റ്റ്. അവസാന ഹോസ്റ്റിനെ കൊല്ലും. കില്ലിംഗ് ദി ഹോസ്റ്റ്. എഴുതിക്കോ. ഇതാണ് വൈറസിനെ കുറിച്ച് ആദ്യത്തെ ഒരു ഡയലോഗ്. വൈറസ് ഈസ് നോട്ട് ട്രൂ ലിവിങ് because it has both living and non-living property. It is inert crystal if it is outside the living cell. When it infects the living cell, they take over the machinery of the host cell to replicate themselves, killing the host. ഹോസ്റ്റിനെ കില്ല് ചെയ്യാനും അത് യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? ഓക്കെ ആണോടാ? ഇത് എഴുതിയത് ക്ലിയർ അല്ലേ? എടാ ഞാൻ ചോദിക്കട്ടെ, വൈറസ് ഒരു പാരാസൈറ്റ് ആണോ അതോ ഫ്രീ ലിവിങ് ആണോ? ശരിക്ക് വൈറസ് പാരാസൈറ്റ് അല്ലേ? വൈറസിന് പാരാസൈറ്റ് ആയിട്ട് മാത്രമേ അല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ വൈറസ് പാരാസൈറ്റ് ആയിട്ട് മാത്രമേ ജീവിക്കുള്ളൂ എന്നുള്ള ഒരു ടേം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? പാരാസൈറ്റ് ആയിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുന്ന ഒരു ടേം
obligate parasite. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. വൈറസസ് ആർ, അപ്പൊ റെഡിങ്ങിൽ എഴുതാണ് വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് എന്നാണ് ഞാൻ എഴുതുന്നത്. വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് എന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. എല്ലാരും എഴുതിയടാ? എല്ലാരും എഴുതി കഴിഞ്ഞാ? No, sir. എഴുതിട്ടില്ല? നിങ്ങൾക്ക് കൂടെ തന്നെ എഴുതാൻ ട്രൈ ചെയ്തുകൂടെ? നിങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാതെ അങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ടൈം നമുക്ക് ഒന്നും കൂടി ലാഭിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കൂടെ തന്നെ എഴുതാൻ ഞാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. Yes, sir. Yes, sir. തന്നെ എഴുതാൻ ശ്രമിക്കും. Yes, sir. ഓക്കെ, അപ്പോളേ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ വൈറസിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വൈറസിനെ കണ്ടെത്തിയതും വൈറസ് എവിടുന്നാണ് എങ്ങനെ ഉണ്ടായതെന്നൊക്കെ പിന്നീട് പറയാം. പക്ഷെ ഞാനിവിടെ പറയാൻ പോണ കാര്യം വൈറസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറയാൻ പോണത്. ഞാനിവിടെ ഹെഡിങ് എഴുതാണ്, സ്ട്രക്ചർ ഓഫ് വൈറസ്. മനസ്സിലായോ? ഹെഡിങ് ചെറിയൊരു സബ് ഹെഡിങ് പോലെ സ്ട്രക്ചർ ഓഫ് വൈറസസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് വൈറസ് നോക്കണേ. വൈറസിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഞാൻ പറയാം. അതായത് വൈറസ് ഒരു അസെല്ലുലാർ ഓർഗാനിസം ആണ്. ശരിക്കും സെല്ലാണോ ഇത്? ഇത് ശരിക്കും ഒരു സെല്ലാണോ വൈറസ് ശരിക്കും ഒരു സെല്ലിന്റെ പ്രോപ്പർട്ടി ഉണ്ടോ? ഇല്ല. ഒരിക്കലും ഒരു സെല്ലിന്റെ പ്രോപ്പർട്ടി ഇതിനില്ല. ഇറ്റ് ഈസ് എന്താണ്, ഒരു അസെല്ലുലാർ ഓർഗാനിസം ആണെന്ന് അല്ലെങ്കിൽ നോൺ സെല്ലുലാർ ഓർഗാനിസം ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? വൈറസ് ഇറ്റ് ഈസ് നോൺ സെല്ലുലാർ ഓർഗാനിസം. ഇറ്റ് ഈസ് നോൺ സെല്ലുലാർ ഓർഗാനിസം. ആദ്യം അത് എഴുതണം. നോൺ സെല്ലുലാർ ഓർഗാനിസം ആണെന്ന് പറയണം. ശരിക്കും അതിനൊരു സെല്ലിന്റെ പ്രോപ്പർട്ടി ഒന്നും ഇല്ല. വൈറസ് ഇസ് നോൺ സെല്ലുലാർ ഓർഗാനിസം. അത്രേ ഉള്ളൂ, ഒരു നോൺ സെല്ലുലാർ ഓർഗാനിസം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഞാനൊരു വൈറസിന്റെ ചിത്രം ഇവിടെ വരയ്ക്കാം. ഇതൊരു വൈറസ് ആണ്. ഈ വരയ്ക്കുന്ന വൈറസ് നിങ്ങൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കല, ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. ഇതൊരു വൈറസ് ആണ്. കണ്ട ഇതൊരു വൈറസ്. നോക്കൂ ഇതൊരു വൈറസിന് കണ്ട ഇങ്ങനെ കുറെ ഉണ്ട ഇതൊരു വ്യൂ ആണ് കേട്ടോ, മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. മൈക്രോസ്കോപ്പിക് അല്ല, ഇത് ഞാനൊന്ന് 3 ഡയമെൻഷണൽ വ്യൂ കാണിക്കുകയാണ്. ഇത് കണ്ട, ഇത് വൈറസിന് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ഇത് വൈറസിന്റെ പ്രോട്ടീൻ കോട്ടാണ്. വൈറസിന് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ഇത് മൊത്തത്തിൽ വൈറസിന്റെ എന്താ പറയാ വൈറസിന് എന്തുണ്ട് പ്രോട്ടീൻ കോട്ട്. ഇപ്പൊ നിങ്ങള് കൊറോണ വൈറസ് കാണുമ്പോ ഇങ്ങനെയല്ലേ കണ്ടത്? കൊറോണ വൈറസ് എങ്ങനെ കണ്ടത്? കൊറോണ വൈറസ് നിങ്ങൾ കണ്ടിരുന്നു, ഓർമ്മയുണ്ടോ? പല ടൈപ്പിൽ വൈറസ് ഇങ്ങനെ വട്ടത്തില്, ഓർമ്മയുണ്ടോ? ഇങ്ങനെ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ യെസ്, ഇങ്ങനെയാണ് കൊറോണ വൈറസ്. അപ്പൊ ഈ വൈറസിന്റെ ഈ പുറമെയുള്ള ഈ സ്ട്രക്ചർ ഇല്ലേ, ക്രിസ്റ്റൽ പോലെ കാണുന്ന, കല്ല് പോലെ ഈ കാണുന്ന, അതിനെ നമ്മൾ പ്രോട്ടീൻ കോട്ട് എന്ന് വിളിക്കും. ഇതിപ്പോ ഒരു വൈറസ്, ഇത് പ്ലാന്റ് വൈറസ് ആണ്. ഇത് പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്ത ഒരു വൈറസ് ആണ് ഞാൻ ഈ വരച്ചത്. ഇത് പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണ് ഞാനിപ്പോ വരയ്ക്കുന്നത്. ടുബാക്കോ മൊസൈക്ക് വൈറസ്. അതായത് ടുബാക്കോ പ്ലാന്റിൽ, ഇതൊരു ടുബാക്കോ പ്ലാന്റ് ആണെന്ന് വിചാരിച്ചോ. ഇത് ടുബാക്കോ പ്ലാന്റിന്റെ ലീഫിൽ ഒരു മഞ്ഞ കളർ വരിക, മഞ്ഞ ഡോട്ട് ഇങ്ങനെ വരിക ടുബാക്കോയുടെ ലീഫിൽ. അതിനെയാണ് ടുബാക്കോ മൊസൈക്ക് എന്ന് പറയാം. ടുബാക്കോ മൊസൈക്ക് എന്ന് പറയുന്നത് മഞ്ഞ ലീഫായിട്ട് മാറുക. അപ്പൊ ഈ ടുബാക്കോ മൊസൈക്ക് ഡിസീസ് വരാനുള്ള കാരണം ഈ വൈറസ് വന്നിട്ട് ഇൻഫെക്ട് ചെയ്തതാണ്. നോക്കണേ, ഞാനിപ്പോ അതിന് പറയാൻ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ഒരു വൈറസിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഒരു വൈറസിന് എനിക്ക് നിർബന്ധമാണ്. അപ്പൊ ഞാൻ ഈ വരച്ച വൈറസിന്റെ പ്രോട്ടീൻ കോട്ടാണ് ഇത്. വൈറസിന്റെ പ്രോട്ടീൻ കോട്ട്. പ്രോട്ടീൻ കോട്ടിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. വൈറസിന്റെ പ്രോട്ടീൻ കോട്ടിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ക്യാപ്സിഡ്. ഈ മൊത്തത്തിൽ ഈ പ്രോട്ടീൻ കോട്ടിനെ വിളിക്കുന്ന പേര് ക്യാപ്സിഡ് എന്നാണ്. എന്നിട്ട് വൈറസിന്റെ ഉള്ളില് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. കണ്ട, ജനറ്റിക് മെറ്റീരിയൽ. ഇത് ജനറ്റിക് മെറ്റീരിയൽ ആണ്, വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ. ഞാൻ ഈ വരച്ചത് ഏതാണെന്നറിയോ? ഇത് ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ വൈറസിന് എന്തൊക്കെ ഉള്ളൂ? വൈറസിന് നമുക്ക് ജനറ്റിക് മെറ്റീരിയൽ ഏതാ? നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഏതാ? DNA. വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ചിലപ്പം RNA ആകാം, അല്ലെങ്കിൽ എന്താകാം? DNA ആകാം. രണ്ടും ഒരുമിച്ച് കാണൂല എന്നർത്ഥം. ഒരു വൈറസിൽ രണ്ടും ഒരുമിച്ച് കാണൂല. RNA ആവാം, അല്ലെങ്കിൽ DNA ആകാം. അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ
ഇപ്പൊ RNA ഓർ DNA ആകാം. നിങ്ങൾ ചിത്രം ഇപ്പൊ വരയ്ക്കൊന്നും വേണ്ട കേട്ടോ, ചിത്രങ്ങൾ വരയ്ക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. വൈറസിന്റെ പ്രോട്ടീൻ കോട്ടിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? വൈറസിന്റെ പ്രോട്ടീൻ കോട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ക്യാപ്സിഡ്. വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഏതാണ്? വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ DNA ഓർ RNA. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ പ്രോട്ടീൻ കോട്ടിന്റെ ഓരോ ചെറിയ ചെറിയ ഉണ്ടകളില്ലേ, ചെറിയ ചെറിയ ഉണ്ടകള്, പ്രോട്ടീൻ കോട്ടിലെ ചെറിയ ചെറിയ ഉണ്ടകളില്ലേ, ഓരോ ചെറിയ ഉണ്ടകള് മൊത്തത്തിലാണല്ലോ നമ്മൾ പ്രോട്ടീൻ കോട്ട് എന്ന് പറഞ്ഞത്. ഇതിൽ ഈ ഉണ്ടനെ വിളിക്കുന്ന പേരെന്താ പറയുക? പ്രോട്ടീൻ കോട്ട് ഉണ്ടാക്കിയ ചെറിയ ഉണ്ടനെ വിളിക്കുന്ന പേര് എന്താന്ന് പറയാൻ പറ്റുമോ? ക്യാപ്സോമിയർ. എന്താ വിളിക്കുക മക്കളെ? എന്താ വിളിക്കുക? നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ എന്നാല് ഈ ചിത്രമാണ് ഇവിടെ വരച്ചാളി. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ അല്ലെ? ഈ ചിത്രം ഒന്നോട് വരച്ചാളി. ജസ്റ്റ് ചിത്രം ഇതേമാതിരി ഇട്ടോ. ഞാൻ ഈ എഴുതി അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതും വേണം കേട്ടോ. ഇതിന്റെ അടിയിലേ RNA ഒരു DNA മനസ്സിലാവാൻ വേണ്ടിട്ടാട്ടോ. അറിയോ? ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. വേഗം എടുക്കോ, വേഗം വരച്ചിട്ട് തന്നെ അറിയിക്കണേ, വേഗം വരച്ചിട്ട് തന്നെ അറിയിക്കണം. ഡയഗ്രാം ഇവിടെ വരയ്ക്കേണ്ടത്. യെസ്, ഇത് എഴുതി കഴിഞ്ഞു അല്ലെ? എല്ലാരും എഴുതിയില്ലടാ? എല്ലാരും എഴുതിയില്ലേ? അല്ല, വരച്ചില്ലേ? എല്ലാരും വരച്ചില്ലേ മക്കളെ? എല്ലാരും വരച്ചില്ലേ? വരച്ചില്ല? നോന്നാണോ പറയണത്? എസ് എന്നാണോ പറയണത്? ചെവി കേൾക്കുന്നില്ല ഇപ്പൊ. എസ് ആർന്ന് പറയുന്നത് അല്ലെ? ഞാനിവിടെ എഴുതാൻ പോവാണ്. ഇതിന്റെ അടിയിൽ ഓരോ ഡയലോഗ് അടിക്കാൻ പോവാണ്. എന്താണ് വൈറസിന്റെ പ്രോട്ടീൻ കോട്ടോ? ശരിക്കും വൈറസ് എന്താണ്? ഒരു ഈ ജനറ്റിക് RNA ഒരു DNA എന്താ നമ്മൾ വിളിക്കുക? ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിക്കും. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? റൈബോ ന്യൂക്ലിക് ആസിഡ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെ? നമ്മൾ അങ്ങനെ പഠിച്ചത് ഓർമ്മയില്ലേ? ഒരു ന്യൂക്ലിക് ആസിഡ് ആണ്. അതാണ് ഈ DNA RNA എന്ന് പറഞ്ഞത്. ശരിക്കും ഒരു ന്യൂക്ലിക് ആസിഡ് ഒരു പ്രോട്ടീനും ആണ് അല്ലെ? ശരിക്കും വൈറസ് എന്ന് പറഞ്ഞാല് അല്ലെ? അപ്പൊ ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ വൈറസ് ഒരു എന്താ പറയാ, ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ അല്ലേ ശരിക്കും വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ? സത്യം പറയുകയാണെങ്കിൽ അല്ലെ? വൈറസ് ഈസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ അല്ലെ? അപ്പൊ ഞാനൊരു ഡയലോഗ് എഴുതുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. വൈറസ് ഈസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ. കാരണം ന്യൂക്ലിയോ പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡും ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയോ പ്രോട്ടീൻ. ബിക്കോസ് എന്തുകൊണ്ടാണ്? ബിക്കോസ് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയാൻ പോവാണ്. ബിക്കോസ് ഇറ്റ് ഹാസ് എന്തുണ്ട്? ഇറ്റ് ഹാസ് പ്രോട്ടീൻ കോട്ട് ആൻഡ്, ഇതിന്റെ കൂടെ തന്നെ എഴുതിക്കോളേ, ബിക്കോസ് ഇറ്റ് ഹാസ് പ്രോട്ടീൻ കോട്ട് ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് എന്താണ് ജനറ്റിക് മെറ്റീരിയൽ അല്ലെ? ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം. ജനറ്റിക് മെറ്റീരിയൽ ഓക്കെ. പ്രോട്ടീൻ കോട്ട് ഈസ് കോൾഡ് എന്താണ്? പ്രോട്ടീൻ കോട്ടിന് എന്താ വിളിക്കുക മക്കളെ? പ്രോട്ടീൻ കോട്ട് ഈസ് കോൾഡ് റെഡിങ്ങിൽ ഞാൻ കൊടുക്കുകയാണ്. പ്രോട്ടീൻ കോട്ട് ഈസ് കോൾഡ് ക്യാപ്സിഡ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സബ് യൂണിറ്റ് കോൾഡ് എന്താണ് വിളിക്കുക? which is made up of small subunits called small subunits called capsomer. കണ്ടാ? capsomer okay. Protein coat is called capsid which is made of small subunits called capsomer. Genetic material is either RNA or DNA അല്ലെ? അല്ലെ അങ്ങനല്ലേ പറയാ?
ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? എയ്തർ മെറ്റീരിയൽ ഈസ് എയ്തർ RNA or DNA. either RNA or DNA അല്ലെ? RNA or DNA രണ്ടും ഒരുമിച്ച് കാണുമോ? ബോത്ത് RNA and DNA കാണുമോ? No, sir. നോ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. either RNA or DNA എന്നാണ്. അപ്പൊ ആ ഡയലോഗ് ഞാൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എഴുതേണ്ട ആവശ്യം ഉണ്ടോ? ബോത്ത് ജനറ്റിക് മെറ്റീരിയൽ ഈസ് either RNA or DNA. അത് മതി. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണ്ട, ഞാൻ എഴുതി വെച്ചോ. ഓക്കെ. ഓക്കെ, എല്ലാരും എഴുതിയില്ലേ? ഓക്കെ. ഇനി ഞാനൊരു കാര്യം പറയണേ, ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ സ്ട്രക്ചർ ഓഫ് വൈറസ് ഇവിടെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്ട്രക്ചർ ഓഫ് വൈറസ് ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താ അറിയോ? ഇവിടെ ഞാൻ ടൈപ്പ് ഓഫ് വൈറസ് എന്ന് എഴുതാണ്. ഇവിടെ ഞാൻ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഞാൻ എഴുതാണ്. ജനറ്റിക് മെറ്റീരിയൽ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന്. ഇപ്പൊ ഞാൻ നേരത്തെ വരച്ചില്ലേ ഒരു പ്ലാന്റ് വൈറസ്. ഏതേനാ പ്ലാന്റ് വൈറസ്? അപ്പൊ ഞാനിവിടെ ഇവിടെ പ്ലാന്റ് വൈറസ് ഞാനിവിടെ എഴുതി. ഒന്ന് പ്ലാന്റ് വൈറസ്. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയാം? ആ ചിത്രം ഒന്നും കൂടി ഇവിടെ വരക്കണം. ഇങ്ങനെ ജസ്റ്റ് പ്ലാന്റ് വൈറസ് ഇങ്ങനെ വരക്കുക. മിനിറ്റ്, ഞാൻ ഇവിടെ വരക്കാം. നിങ്ങളൊരു ശ്രദ്ധിക്കുക. ഇവിടെ പ്ലാന്റ് വൈറസ് ഞാൻ പറയാം. ഇത് പ്ലാന്റ് വൈറസ് ആണ്. ഇത് ജനറ്റിക് മെറ്റീരിയൽ. ആകെ ഈ ജനറ്റിക് മെറ്റീരിയൽ ഏതാണ്? ഇത് ഏതാണെന്ന് അറിയോ? ജനറ്റിക് മെറ്റീരിയൽ, പ്ലാന്റ് വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഏതാണെന്ന് അറിയോ? ഏതാ? RNA. ഇത് ക്യാപ്സിഡ് അല്ലെ? ഇത് ക്യാപ്സിഡ്, മൊത്തത്തില് ക്യാപ്സിഡ്. അപ്പോ വേണമെങ്കിൽ അത് വരച്ചു വെക്കാം. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയോ? ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്താന്ന് ഇവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏത് വൈറസ് ആണ്? TMVന്റെ ഫുൾ ഫോം എന്താ ഞാൻ എഴുതി തരണോ? ടുബാക്കോ മൊസൈക്ക് വൈറസ്. ഓക്കെ, ടുബാക്കോ മൊസൈക്ക് വൈറസ്. ഓക്കെ, ഞാൻ പറയട്ടെ. ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? പ്ലാന്റ് വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ നിങ്ങൾ അങ്ങനെ പറയും. ഞാൻ എന്താ പറയണത് നോക്കിട്ടോ. സിംഗിൾ സ്ട്രാൻഡഡ് അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഇഴ, ഒറ്റൊരു ഇഴല്ലേ ഉള്ളൂ ഇങ്ങനെ അല്ലേ? സിംഗിൾ സ്ട്രാൻഡഡ് RNA. ചിലപ്പോ എന്താ സംഭവിക്കാന്നറിയോ? ചില വൈറസിൽ ഈ RNA ഉണ്ടല്ലോ, ചില RNA അപൂർവമായിട്ട് RNA ഇങ്ങനെ ആയിട്ട് മാറും, DNA പോലെ. അപ്പൊ എന്താ അതിനെ വിളിക്കുക? അപ്പൊ എന്തായിരിക്കും? ഡബിൾ സ്ട്രാൻഡഡ് അല്ലല്ല. RNA ചിലപ്പോ ഇങ്ങനെ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എന്താ വിളിക്കുക? ഇത് വളരെ അപൂർവമായിട്ടേ മാറുള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡബിൾ സ്ട്രാൻഡഡ് RNA എന്ന്. ശരിക്കും DNA ആണ് ഇങ്ങനെ. DNA ആണ് ശരിക്കും ഡബിൾ സ്ട്രാൻഡഡ്. ശരിക്കും RNA ചിലപ്പോ ഇങ്ങനെ കാണും ചില വൈറസുകളിൽ. അപ്പൊ അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ സിംഗിൾ സ്ട്രാൻഡഡ് RNA എന്ന് എഴുതി. ഓക്കെ, രണ്ടാമത്തത് ഞാൻ പറയാൻ പോവാണ്. രണ്ടാമത്തെ വൈറസിന്റെ പേര് നിങ്ങൾ ഞെട്ടിപ്പോവും. രണ്ടാമത്തെ വൈറസിന്റെ പേര് അറിയോ? ആർക്കെങ്കിലും അറിയോ? ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ബാക്ടീരിയോഫേജ്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഇതൊരു ബാക്ടീരിയ ധരിച്ചോ? ഇതൊരു ബാക്ടീരിയ. ആ ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണ് ഞാൻ ഇങ്ങനെ ഇവിടെ വരയ്ക്കണത്. കണ്ട, ഇത് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസാ. ഈ മേലെ ഈ വരച്ചത് ഇത് ബാക്ടീരിയയുടെ സെല്ലാണ്. ഈ വരച്ചത് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ്. എന്തൊരു കഷ്ടല്ലേ! ലോകത്തെ ഏറ്റവും കൂടുതൽ കാണുന്ന മൈക്രോ ഓർഗാനിസം ബാക്ടീരിയയെ വരെ വൈറസ് ഇൻഫെക്ട് ചെയ്യും. അപ്പൊ നമ്മൾ അവരെന്താ വിളിക്കുക? ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിന് എന്താ വിളിക്കുക മക്കളെ? എന്താ വിളിക്കുക? അപ്പൊ ഞാനിവിടെ എഴുതാണ് വൈറസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ. മനസ്സിലായോ? വൈറസ് ദാറ്റ് ഇൻഫെക്ട് പറഞ്ഞോളേ.
ഇൻഫെക്റ്റ് ബാക്ടീരിയ. ഇതിന്റെ ഒരു ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ഒരു ചിത്രം ഉണ്ട് അവസാനം. ഇതിനിങ്ങനെ ഒരു റീജൻ ആണ്, ഇങ്ങനെ ഒരു റീജൻ ഉണ്ട്, ഹെഡ്. ആ ഹെഡിൽ DNA ഒക്കെ ഉണ്ടാവുക, ഹെഡിൽ DNA ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഹെഡ് ഉണ്ട്, ഇങ്ങനെ കുറെ ഹെഡ് ഇങ്ങനെ ഒരു ഹെഡ് പോർഷൻസ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ കോളർ ഉണ്ട്. ഇത് ഹെഡ് എന്നാണ് മാർക്ക് ചെയ്യുക. ഇത് ആ വൈറസിന്റെ സ്ട്രക്ചർ അത് പഠിച്ചാൽ മതി കേട്ടോ. ഹെഡ്, ഇവിടെ ഇങ്ങനെ ഒരു കോളർ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഷീത്ത് ഉണ്ടായിരിക്കും, ഇങ്ങനെ കുറെ ഷീത്ത് ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരു ഷീത്ത് ഉണ്ടായിരിക്കും, ഒരു ഷീത്ത് പ്രസന്റ് ആണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെയിൽ ഫൈബർ, ഇങ്ങനെ ടെയിൽ ഫൈബർ. ഇത് വൈറസിനെ ഇതെന്താ സാധനം? ഇത് ഏത് വൈറസാ മക്കളെ? ഏത് വൈറസാ? ഇത് ഹെഡ്. ഈ നടുവിൽ ഇങ്ങനെ കാണുന്നത് കോളർ ആണ്. കോളർ എന്ന് പറയും. ഈ സാധനത്തിന് നമ്മൾ വിളിക്കുക ഷീത്ത് എന്നാണ് വിളിക്കുക. ഷീത്ത് എന്ന് വിളിക്കും. ഈ സാധനത്തിന് നമ്മൾ വിളിക്കുക ടെയിൽ ഫൈബർ എന്നാണ് വിളിക്കുക. ഇത് വെച്ചിട്ടാണ് വൈറസിന്റെ മേലേക്ക് കയറുന്നത്. ടെയിൽ ഫൈബർ. മനസ്സിലായോ? ഞാൻ അടയാളപ്പെടുത്തിയത് മനസ്സിലായോ? ഇത് ഈ ഹെഡ് റീജിയനിലാണ് പ്രോട്ടീൻ കോട്ട് ഉള്ളത് കേട്ടോ. പ്രോട്ടീൻ കോട്ട് ഈ ഹെഡ് റീജിയൻ ആണ് പ്രോട്ടീൻ കോട്ട്. ഓക്കെ. ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് അറിയോ? ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് കേട്ടോ. ഏതാണ് മക്കളെ? എന്താണ്? ഡബിൾ സ്ട്രാൻഡഡ് DNA. ഓക്കെ, എഴുതി വെച്ചോളൂ. ഡബിൾ സ്ട്രാൻഡഡ് DNA. നോക്കണേ, ബാക്ടീരിയോഫേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു തവണ ഈ രണ്ട് ചിത്രം തന്നിട്ടേ ഇത് ഏത് വൈറസ് ആണെന്ന് ചോദിച്ചു. രണ്ട് ചിത്രം AB. ഏത് വൈറസാ? പ്ലാന്റ് വൈറസ്. മറ്റേതോ ബാക്ടീരിയോഫേജ്. ഒരു തവണ ചോദിച്ച ചോദ്യമാണത്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതിയത്. വൈറസിനെ കുറിച്ച് പറയുമ്പോഴേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരച്ച് ഞാൻ പറയട്ടോ. ഹെഡ്, കോളർ, ഷീത്ത്. അത് അങ്ങനെയാണ്. ആ ഷീത്തിന്റെ ഉള്ളിൽ, ഈ ഹെഡിന്റെ ഉള്ളിലാണ് DNA ഉള്ളത്. ആ DNA ആണ് ഒരു ഹോസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറുക. ആ ഹെഡിന്റെ ഉള്ളിലുള്ള DNA ഇതിങ്ങനെ പോയിട്ട് ഇൻഫെക്ട് ചെയ്തിട്ടേ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ DNA റിലീസ് ചെയ്യിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞെന്നാണ് എന്നോട് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തത് പറയാൻ പോവാണ്. അടുത്തത് പറയട്ടെ മക്കളെ? അടുത്തത് പറയട്ടെ? അടുത്ത ടൈപ്പ് ഏതാ? മൂന്നാമത്തെ ടൈപ്പ് എനിമൽ വൈറസ്. മൂന്നാമത്തെ ടൈപ്പാണ് എനിമൽ വൈറസ്. ആഹാ, എനിമൽ വൈറസ് ഒരുപാടുണ്ട്. എനിമൽ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത് ഇപ്പൊ കൊറോണ വൈറസ്, എയ്ഡ്സ്, അങ്ങനെ പല ടൈപ്പ് വൈറസ് ഉണ്ട്. ഇൻഫ്ലുവൻസ, അങ്ങനെ ഒരുപാട് വൈറസ് ഉണ്ട്. അപ്പൊ ഓരോ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. അപ്പൊ എനിമൽ വൈറസിൽ ഏതൊക്കെ കാണാം? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA കാണാം. എന്ത് കാണാം മക്കളെ? എന്ത് കാണാം? ഞാൻ അതിന്റെ ചിത്രം വരക്കണില്ല, ഒരുപാട് വരക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചിത്രം വരക്കുന്നില്ല. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA കാണാം. അല്ലെങ്കിലോ ഓർ ചിലപ്പോ ഇങ്ങനെ കാണാം, അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് എങ്ങനെ കാണാം? ഡബിൾ സ്റ്റാൻഡേർഡ് RNA കാണാം. അല്ലെങ്കിലോ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഇങ്ങനെ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കാണാം എനിമൽ വൈറസിൽ. എഴുതി വെച്ചോളൂ, എല്ലാവരും എഴുതി വെച്ചോളൂ. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA, ഡബിൾ സ്റ്റാൻഡേർഡ് RNA, ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഇതാണ് എനിമൽ വൈറസ്. അല്ലെ? എനിമൽ വൈറസ്.
എല്ലാരും എഴുതിയില്ലേ? എല്ലാരും എഴുതിയില്ലേ? കഴിഞ്ഞടാ? എല്ലാത്തിനും കഴിഞ്ഞോ? ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. വൈറസ് എനിമൽസിൽ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടോ സ്ട്രക്ചറോ, ഇനി ഞാൻ ഡിസീസാണ് ഞാൻ പറയാൻ പോണത്. ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ്. ഞാൻ പറയാൻ പോണ ഒരു കാര്യം ശ്രദ്ധിച്ചോട്ടോ. അത് ബോക്സിലായി എഴുതിയവർ അത് ബോക്സ് കംപ്ലീറ്റ് ചെയ്യട്ടോ. ബോക്സ് അടക്കുക, ലാസ്റ്റ് ഇങ്ങനെ വരച്ചോളി, അത്രേ ഉള്ളൂ. ഇനി ഞാൻ പറയാൻ പോണ കാര്യം നിങ്ങൾ അത് ബോക്സ് ആയിട്ടാണോ വരച്ചത് മക്കളെ? ബോക്സ് ആയിട്ടാണോ വരച്ചത്? അനിമൽ പ്ലാന്റ് അത്, എന്നിട്ട് അത് ക്ലോസ് ചെയ്തോളൂ കേട്ടോ. ബോക്സിലാണെങ്കിൽ അത് ക്ലോസ് ചെയ്തോളൂ, ടേബിൾ ആണെങ്കിൽ ക്ലോസ് ചെയ്തോളൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതാണ് വൈറൽ ഡിസീസ് ഇൻ എനിമൽസ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. വൈറൽ ഡിസീസ് ഇൻ എനിമൽസ് പറയാൻ പറ്റുമോ? വൈറൽ ഡിസീസ് ഇൻ എനിമൽസ് ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏതൊക്കെ നിങ്ങൾക്ക് അറിയണ എനിമൽസിൽ ഉണ്ടാവുന്ന വൈറൽ ഡിസീസ് ഏതൊക്കെയാണ്? ഏതാണ് പറയാൻ പറ്റുമോ? ഭയങ്കര ശരിയാണല്ലോ അല്ലേ? വൈറൽ ഡിസീസസ് എന്നാണ് കൊടുക്കേണ്ടത്. വൈറൽ ഡിസീസസ് എന്നാണ് ഇൻ എനിമൽസ്. ഞാൻ പറയാം ഓരോ ഡിസീസ് ഏതൊക്കെയാന്ന് ഞാൻ പറയാം. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? മംസ്? മംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുണ്ടിവീക്കം. അറിയില്ലല്ലോ? മുണ്ടിവീക്കം അറിയില്ല? നമ്മുടെ കവിളിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ തണുത്ത് വരിക അല്ലേ? ഇത് കേട്ടിട്ടുണ്ടോ? സ്മോൾ പോക്സ് കേട്ടിട്ടുണ്ടോ? വസൂരി എന്ന് പറയുന്ന. പിന്നെ ഹെർപ്പസ് എന്ന് പറഞ്ഞൊരു ഡിസീസ് ഉണ്ട്. നമ്മുടെ സ്കിന്നിലൊക്കെ ഓരോരോ കളറിൽ വ്യത്യാസം വരുന്ന ഹെർപ്പസ്. ഓക്കെ, പിന്നെ വേറെ എന്താണ്? ഇത് കേട്ടിട്ടുണ്ടോ? കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന സാധനമാണ് ജലദോഷമൊക്കെ. അതിനെന്താ നമ്മൾ വിളിക്കുക? ഫ്ലൂ വൈറസ് ഇല്ലേ? അതിന് ഇൻഫ്ലുവൻസ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഇൻഫ്ലുവൻസ. ഇതെല്ലാരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത് അല്ലേ? ഇതേതാ? എയ്ഡ്സ് ഉണ്ടാക്കണ ആരാ? HIV വൈറസ് ആണ് അല്ലെ? അപ്പൊ ഞാൻ അത് എല്ലാവർക്കും അറിയാലോ. എയ്ഡ്സിനെ കുറിച്ചൊക്കെ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ് അല്ലെ? HIV വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. HIV ആണ് ഹ്യൂമൻ അല്ലെ വൈറസ്. അപ്പൊ ബ്രാക്കറ്റിൽ HIV എന്ന് ഞാൻ കൊടുക്കേണ്ട വൈറസിന്റെ പേരാണ്, ഇത് ഡിസീസിന്റെ പേരാണ്. ഓക്കെ, വേറെന്താണല്ലോ ഇത്? ഏതാ? ആരുണ്ടാക്കണത്? കോവിഡ്-19. വേറെ ഉണ്ടായിരുന്നല്ലോ, നിഫ വൈറസ്, സിക്ക വൈറസ്, അങ്ങനെ കുറെ ഉണ്ട്. വൈറസിനെ പിന്നെ പറയാനില്ല. അപ്പൊ വൈറൽ ഡിസീസ് ഇൻ എനിമൽസ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോണത് പ്ലാന്റില് വൈറൽ ഡിസീസ് എന്ന് പറയില്ല. പ്ലാന്റിൽ നമ്മൾ പറയാൻ എന്താ അറിയോ? വൈറൽ സിംറ്റം എന്നേ പറയുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഡിസീസിന്റെ പേരൊന്നും നമ്മൾ പറയാറില്ല. ചിലർ പറയും വൈറൽ സിംറ്റം ഇൻ പ്ലാന്റ്സ്. അതാണ് ഇനി ഞാൻ പറയാൻ പോണത്. അത് പറയാൻ പോണാട്ടി പിന്നെ നിങ്ങൾ ഇത് എഴുതിത്തോളി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈറൽ സിംറ്റം ഇൻ പ്ലാന്റ്സ് പറയാം. വൈറൽ സിംറ്റം ഇൻ പ്ലാന്റ്സ് നമുക്ക് പറയാം. നിങ്ങൾ ആദ്യം ഇത് എഴുതിത്തോളി. വൈറൽ ഡിസീസ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കണ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കേട്ടോ. വൈറൽ ഡിസീസിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് വൈറൽ ഡിസീസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ പോവാ. എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വൈറൽ സിംറ്റം ഇൻ പ്ലാന്റ്സ് പറയാൻ പോവാണ്. അതായത് വൈറൽ സിംറ്റം എന്ന് പറയുമ്പോൾ വൈറൽ സിംറ്റം ഇൻ പ്ലാന്റ്സ് ഞാൻ പറയാം. ഞാൻ ആദ്യം എഴുതാം. നേരത്തെ പറയില്ല മൊസൈക്ക് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നില്ല? ഓർമ്മ ഉണ്ടോ? മൊസൈക്ക്. അപ്പൊ ഒന്നാം ഞാൻ അങ്ങനെ എഴുതാണ്. മൊസൈക്ക് ഫോർമേഷൻ ലീഫിൽ ഉണ്ടാവുന്നതാണ്. മൊസൈക്ക് ഫോർമേഷൻ. ചിലപ്പോ ലീഫ് എന്ത് ചെയ്യും? ലീഫ് ചുരുളും. ലീഫ് റോളിംഗ് ആൻഡ് ഒരു മിനിറ്റ്. നിങ്ങൾ എഴുതല്ലേ? മൊസൈക്ക് ഫോർമേഷൻ ഒരു സിംറ്റം ആണ്. പിന്നത്തെ ഒരു സിംറ്റം ഞാൻ ഇവിടെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ എഴുതാണ്. സിംറ്റം എഴുതുമ്പോഴേ ചിലപ്പോൾ ലീഫ് റോളിംഗ് ചെയ്യുന്ന. റോളിംഗ് എന്ന് പറഞ്ഞ അർത്ഥം ചുരുണ്ട് കയറുക. റോളിംഗ് ആൻഡ് കേളിംഗ്. ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ്, ചുരുണ്ട് കയറുക എന്നാണ് പറയാം. പിന്നെ അതുപോലെ ലീഫിലെ യെല്ലോയിങ് കളർ.
ലീഫ് യെല്ലോ കളർ ആവുക, യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിങ് അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ ലീഫ് ഇല്ലടാ, നമ്മുടെ ലീഫ് ഇതാണ് നമ്മുടെ ലീഫ്, അതിന്റെ ഉള്ളിലുള്ള വെയിൻസ് ആണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഇതാണ് വെയിൻസ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് വെയിൻസ്, വെയിൻ. അപ്പോൾ ഈ ലീഫ് മഞ്ഞ കളർ ആവുകയും ഈ വെയിൻ എന്ത് ചെയ്യാണ്? നശിച്ചു പോവുകയും ചെയ്യുന്നതിനെയാണ്, ഈ വെയിന് നശിച്ചു പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? എന്ത്? വെയിൻ അവിടുന്ന് നശിച്ചു പോകണം. അതാണ് യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു സിംറ്റം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അടുത്ത സിംറ്റം എന്ന് പറയുന്നത് ഡോർഫിംഗ് ആൻഡ് സ്റ്റെൻഡഡ് ഗ്രോത്ത്. ഡോർഫിംഗ് ആൻഡ് സ്റ്റെൻഡഡ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. ഡോർഫിംഗ് ആൻഡ് സ്റ്റെൻഡ്. എന്താ ഈ ഡോർഫിംഗ് എന്നതിന്റെ അർത്ഥം? നീളം വെക്കാതിരിക്കുക. മനസ്സിലായോ? നീളം വെക്കാതെ ഇരിക്കുക, അതിനാണ് ഡോർഫിംഗ്. സ്റ്റെൻഡഡ് ഗ്രോത്ത് ആണ് എന്താ അർത്ഥം? സ്റ്റെൻഡഡ് ഗ്രോത്ത് പെട്ടെന്ന് വളർച്ച മുരടിക്കുക. മനസ്സിലായോ? അതാണ് സ്റ്റെൻഡഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സ്റ്റെൻഡഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വളർച്ച മുരടിക്കുക, സ്റ്റെൻഡഡ് ഗ്രോത്ത് പറഞ്ഞാല്. ഓക്കെ ആണോ? ഡോർഫിംഗ് ആൻഡ് സ്റ്റെൻഡഡ് ഗ്രോത്ത് ക്ലിയർ ആണോടാ? ഡോർഫിംഗ് ആൻഡ് സ്റ്റെൻഡഡ് ഗ്രോത്ത് എന്നാട്ടോ ഞാൻ എഴുതിയത്. ഡോർഫിംഗ് ആൻഡ് സ്റ്റെൻഡഡ് ഗ്രോത്ത്, ഡോർഫിംഗ് ആൻഡ് സ്റ്റെൻഡഡ് ഗ്രോത്ത്. ഇത് എഴുതി വെച്ചോളൂ. വൈറൽ സിംപ്റ്റം ഇൻ പ്ലാന്റ്സ്. വളർച്ച ഇല്ലാതിരിക്കുക, നീളം വെക്കാതിരിക്കുകയാണ് ഡോർഫിംഗ്. സ്റ്റെൻഡഡ് ഗ്രോത്ത് പറഞ്ഞാൽ പെട്ടെന്ന്. ബഞ്ചി ടോപ്പ് ഓഫ് ബനാന എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. ബഞ്ചി ടോപ്പ് ഓഫ് ബനാന എന്ന് പറഞ്ഞിട്ട് ആ നമ്മൾ ഇതില് ബനാനയില് ഇത് തൂമ്പ് വാടിപ്പോണ പ്രോസസ്സൊക്കെ പിന്നീട് പഠിക്കാം. നമ്മളിപ്പോ അതിൽ പഠിക്കാനൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ഒന്നും പറയണില്ല. ചെറിയ 10ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും. 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ വൈറസ് ഡിസീസ് ഏതൊക്കെയാന്നുള്ളതൊക്കെ? എനിക്കറിയില്ല. എയ്ഡ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. 10ാം ക്ലാസ്സിൽ വളരെ കുറച്ച് കാര്യങ്ങൾ. ഈ മൊസൈക്ക് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാതെ ഒരു ബുദ്ധിമുട്ട് വേണ്ട, മൊസൈക്ക് ഫോർമേഷൻ വേണമെങ്കിൽ കാണിച്ചു തരാം. മനസ്സിലായോ? മൊസൈക്ക് ഫോർമേഷൻ. മൊസൈക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. ഈ കണ്ട ഇത് കണ്ട മൊസൈക്ക് പാറ്റേൺസ് അറിയൊക്കെ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതാണ് മൊസൈക്ക് വൈറസ് ഇൻഫെക്ട് ചെയ്താല്. പിന്നെ ഏതാണ്? വെയിൻ ക്ലിയറിംഗ് ആവും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതില്ലേ. വെയിൻ ക്ലിയറിംഗ് നോക്കാം. വെയിന് നഷ്ടപ്പെടുന്ന പ്രോസസ്സ്, കണ്ട ഇവിടെ ഈ സാധനം ഉണ്ടായിരുന്നില്ലേ? കണ്ട ഇവിടെ ഈ വെയിൻസ് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന വെയിൻസ് ഒക്കെ നഷ്ടപ്പെടുന്നതാണിത്. കണ്ട, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാ ഇവിടെ നിന്നുള്ള വെയിൻസ് ഒക്കെ നശിച്ചു പോവുക. കണ്ട, അവിടെയൊക്കെ വെയിന് നശിച്ചു പോകുന്നതാണ് വെയിൻ ക്ലിയറിംഗ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞോളൂ. ഇനി ആർക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടോ വൈറസിനെ കുറിച്ചിട്ട്? ഇല്ലല്ലോ. വൈറസ് കണ്ടെത്തിയ ഈ വൈറസിന്റെ പേരെന്താന്ന് അറിയോ? ശരിക്ക് ഞാൻ എഴുതാൻ പോണ നോട്ടാണ്, നോട്ടായിട്ട് എഴുതാൻ പോവാണ്. ശരിക്ക് ഇത് പഠിക്കണേ. ഈ നോട്ട് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി എഴുതി തരാൻ പോണ ഈ നോട്ട്, അതായത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പരീക്ഷയ്ക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റാണ് ഞാൻ എഴുതാൻ പോണത്. ഈ വൈറസ് എന്നുള്ള പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? അർത്ഥം ആർക്കെങ്കിലും വിഷം എന്നാണ് ശരിക്കും വൈറസ് ആ പേരിന്റെ അർത്ഥം. ഈ വിഷം എന്നുള്ള പേര് കൊടുത്ത സയന്റിസ്റ്റ് ആരാന്നറിയോ വൈറസിന്? ലൂയിസ് പാസ്ചർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ. ലൂയിസ് പാസ്ചർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ലൂയിസ് പാസ്ചർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ലൂയിസ് പാസ്ചർ ആണ് വൈറസ് എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. ലൂയിസ് പാസ്ചർ ഗേവ് ദി നെയിം എന്ത് മക്കളെ? ഗേവ് ദ നെയിം വൈറസ്. എന്താ വൈറസിന്റെ മീനിങ് എന്താണ്? വൈറസിന്റെ മീനിങ് എന്താണ്? മീൻസ് വെനം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ഓർ പോയിസണ്. രണ്ടും പറയില്ലേ? വിഷത്തിന്റെ രണ്ട് ഇംഗ്ലീഷ് അല്ലേ? വെനം അല്ലെങ്കിൽ പോയിസണസ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ വേറൊരു പേരാണ് പോയിസണസ് ഫ്ലൂയിഡ് എന്ന്. പോയിസണസ് ഫ്ലൂയിഡ് അറിയോ? ഓക്കെ, മനസ്സിലായോ? ആരാണ് ഇതിന് പേര് കൊടുത്ത ആള്? ആരാണ്?
വൈറസ് എന്ന് പറഞ്ഞ പേര് കൊടുത്ത ആള് ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്റർ. അപ്പൊ ലൂയിസ് പാസ്റ്റർ ആണ് വൈറസിനെ കണ്ടെത്തിയത്. അല്ല, വൈറസിനെ കണ്ടെത്തിയല്ല, വൈറസിന് പേരും. വൈറസിനെ കണ്ടെത്തിയ സയന്റിസ്റ്റ് ആരാന്നറിയോ? വൈറസിനെ കണ്ടെത്തിയ സയന്റിസ്റ്റ് ആരാന്നാണ് ഞാൻ പറയാൻ പോണത്. DJ ഇവാനോസ്കി. DJ ഇവാനോസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ്. DJ ഇവാനോസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹമാണ്. എന്താ പേര്? ഒന്ന് വായിച്ചാണി. ഇതെന്താണ് DJ എന്ന് പറഞ്ഞാല്? പണ്ട് ഇയാളും ഞാനൊക്കെ പബ്ബിൽ പോവാറുണ്ട്. പബ്ബ് ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത്, ഞാൻ ഇവാനോസ്കി ഒക്കെ. അപ്പൊ ഞങ്ങൾ ഇടക്കിടക്ക് DJ കളിക്കാൻ പോവാറുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാണി? ഒന്ന് പറഞ്ഞാണി. DJ ഇവാനോസ്കി. ഓക്കെ. DJ ഇവാനോസ്കി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ പറയാ നിങ്ങള്? എന്താണ്? ഹി ഡിസ്കവേർഡ് അല്ലെ? ഹി ഡിസ്കവേർഡ് വൈറസ്. എവിടുന്നാ കണ്ടെത്തിയാ അറിയോ? ഹി ഡിസ്കവേർഡ് വൈറസ് ഫ്രം ഏത് പ്ലാന്റിൽ നിന്നാണ്, ഏത് ഡിസീസ് ആണെന്നൊക്കെ ഞാൻ ഇപ്പൊ എഴുതാം. ഹി ഡിസ്കവേർഡ് വൈറസ് ഫ്രം ടുബാക്കോ മൊസൈക്ക് വൈറസ്. ഏതാണ് മക്കളെ? ഏതാണ്? ടുബാക്കോ മൊസൈക്ക് വൈറസ്. അതാണ് ടുബാക്കോ മൊസൈക്ക് ഡിസീസ് എഴുതാം. അങ്ങനെ എഴുതാം. ഈ ഡിസ്കവേർഡ് വൈറസ് ഫ്രം ടുബാക്കോ മൊസൈക്ക് ഡിസീസ്. അങ്ങനെ എഴുതാം. അതാണ് ഏറ്റവും ബെറ്റർ. വൈറസ് കൊടുക്കണ്ടല്ലോ. ഓക്കെ. ഹി ഡിസ്കവേർഡ് വൈറസ് ഫ്രം ടുബാക്കോ മൊസൈക്ക് ഡിസീസ്. അത് ഓക്കെ? മനസ്സിലായോ? ഇതിന്റെ വർഷം അങ്ങനെ കൊടുക്കുന്നുണ്ട് 1892 കേട്ടോ. വേണമെങ്കിൽ വർഷം പഠിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഓക്കെ. മൂന്നാമത്തത് എല്ലാരും ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണേ. മൂന്നാമത്തെ ഒരു കാര്യം പറയാൻ പോണത്, ഒരു സയന്റിസ്റ്റിന്റെ പേര് ഞാൻ ഇവിടെ എഴുതാം. ആ ചങ്ങായിന്റെ പേര് എഴുതാം. ഈ ചങ്ങായി എനിക്ക് അത്ര ഇഷ്ടമല്ല, കാരണമുണ്ട്. അയാളുടെ പേര് ഞാൻ ഇവിടെ എഴുതാം. MW ബെയ്ജർനെക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. MW ബെയ്ജർനെക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ബെയ്ജറിനെക്ക് എന്നാണ്. 1898 കാര്യം നടക്കുന്നത്. 1898 കാര്യം. എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇയാള് ശ്രദ്ധിക്കണം, ഞാൻ ഇംഗ്ലീഷ് എഴുതും, മലയാളം മൊത്തം ഇവിടെ പറയണേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ പറയണം. ഇതാണ് നമ്മുടെ ടുബാക്കോ മൊസൈക്ക് വൈറസ് ഇൻഫെക്ട് ചെയ്ത പ്ലാന്റ്. മനസ്സിലായോ? ഇതാണ് ടുബാക്കോ മൊസൈക്ക് ഇൻഫെക്ട് ചെയ്തിട്ടുള്ള വൈറസ്. ഇതാണ് ടുബാക്കോ മൊസൈക്ക് ഇൻഫെക്ട് ചെയ്ത ഒരു പ്ലാന്റ്. ഇവിടെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഹെൽത്തി പ്ലാന്റ്, വേറൊരു ടുബാക്കോ പ്ലാന്റ് ഹെൽത്തിയാണ്. ഈ ചങ്ങായി ഇവിടെ വന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയോ? ഇവിടെ നിന്ന് വൈറസ് ഇൻഫെക്ട് ചെയ്ത പാർട്ടിൽ നിന്നും ചില ഫ്ലൂയിഡ് എക്സ്ട്രാക്ട് ചെയ്തു. എന്ത് ചെയ്തു മക്കളെ? ഈ ചങ്ങായി എന്താ ചെയ്തത്? ഇവിടുന്ന് എന്തെടുത്തു? എക്സ്ട്രാക്ട്. ഇതിന്റെ എക്സ്ട്രാക്ട്, വൈറസ് ഇൻഫെക്ട് ചെയ്ത ആ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്ലൂയിഡ് പാർട്ടാണ്. ആ എക്സ്ട്രാക്ട് എടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുപോയിട്ട് ഇട്ട് നോക്കി. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ പറ. നിങ്ങളിപ്പോ കൊറോണ വൈറസ് ഒക്കെ പഠിച്ച ആൾക്കാരല്ലേ? ഈ പ്ലാന്റിനും ഇത് അഫക്ട് ചെയ്യും. അപ്പൊ അതാണ് ഇയാൾ പഠിച്ചത്. MW ബെയ്ജറിനൊക്കെ പറഞ്ഞ എന്താ അറിയോ? വൈറസിന് വേറെ സ്ഥലത്ത് ഇൻഫെക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ വൈറസിന് അയാൾ ഒരു പേര് വിളിച്ചു, ലിവിങ് ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ് എന്നാണ് വിളിച്ചത്. എന്താ പേര് മക്കളെ? വൈറസിന് എന്താ വിളിച്ചത്? ലിവിങ് ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അയാൾ ചെയ്തത് എന്താ? ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എന്താണ്? എന്താ ഇയാൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്? ഇയാൾ ചെയ്ത വർക്ക് എന്താണ്? ഇയാൾ ചെയ്തത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടുബാക്കോ എന്താണ് എക്സ്ട്രാക്ട് എടുത്തു. ആരെ? കളക്റ്റഡ് ഫ്രം ദ എക്സ്ട്രാക്ട് ഓഫ് ഇൻഫെക്റ്റഡ് പ്ലാന്റ് ആൻഡ് പ്ലേസ്ഡ് ഓൺ ദി ഹെൽത്തി പ്ലാന്റ് അല്ലെ? എന്നിട്ട് ഹെൽത്തി പ്ലാന്റിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് അയാൾക്ക് മനസ്സിലായി ഹെൽത്തി പ്ലാന്റും എന്ത് ചെയ്യും? ഇൻഫെക്റ്റഡ് ആവാൻ തുടങ്ങും. എന്നിട്ട് അയാൾ വൈറസിനെ വിളിച്ച പേരെന്താണ്? എന്താ പേര്? പക്ഷെ അയാളുടെ ഭാഷയില്, ഇതിപ്പോ ഇംഗ്ലീഷാണ്, പക്ഷെ അയാൾ അന്ന് അവിടുത്തെ ഭാഷ എന്താണെന്ന് അറിയോ? കൊണ്ടാജിയം. അയാൾ അവിടുത്തെ ഭാഷയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, കൊണ്ടാജിയം വിവം ഫ്ലൂയിഡം എന്നാണ് വിളിച്ചത്. കൊണ്ടാജിയം വിവം ഫ്ലൂയിഡം എന്നാണ് അയാൾ പറഞ്ഞത്. മനസ്സിലായോ? എന്താ അയാൾ പറഞ്ഞത്? അവിടുത്തെ ഭാഷ എന്തായിരുന്നു? ഇങ്ങനെ. ഈ ലിവിങ് ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡിന്റെ വേറൊരു ഭാഷ എന്താണ്? പറ.
എന്താണ്? Contagium vivum fluidum. കൊണ്ടാല് 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 മനസ്സിലായില്ലേ? കൊണ്ടാല് കൊണ്ടാല് കൊണ്ടാൽ കൊണ്ടാജിയം വിവം ഫ്ലൂയിഡം. ഓക്കെ, അങ്ങനെ പഠിക്കണേ. ലിവിങ് ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ലിവിങ് ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ്. കൊണ്ടാജിയം വിവം ഫ്ലൂയിഡം. കൊണ്ടാജിയം വിവം ഫ്ലൂയിഡം. ഓക്കെ, അപ്പോ സംഗതി മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സംഗതി മനസ്സിലായില്ലേ? ഞാൻ അത് ഇംഗ്ലീഷ് ആക്കട്ടെ. ഇനി അത് ഇംഗ്ലീഷ് ആക്കട്ടെ മക്കളെ. ഞാൻ അത് ഇംഗ്ലീഷ് ആക്കാൻ പോവാണ്. ആക്കട്ടെ? ഓക്കെ, ശ്രദ്ധിച്ചോളാം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം എൻ്റെ കുറച്ചും കൂടി ഓക്സ്ഫോർഡ് ടൈപ്പ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഹി ഡെമോൺസ്ട്രേറ്റഡ്. എന്താണ് മക്കളെ? ഹി demonstrated that the extract എന്താ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാല് അവിടെ ഉള്ള പാട്ടിലെ the extract of the infected tobacco plants, infected tobacco plant. He demonstrated that the extract of the infected tobacco plants എന്തുണ്ടാക്കും? cause infection. എവിടെ? cause infection. എവിടെ മക്കളെ? infection in healthy plants. അല്ലേ? healthy plants and cold. അദ്ദേഹം ആ പേരെന്താ വിളിച്ചത്? and cold the fluid അല്ലെ? and cold the fluid as എന്താ വിളിച്ചത്? എന്താ വിളിച്ചത്? ആ, അയാള് പറഞ്ഞത് എന്താ? അയാള് വിളിച്ചത് എന്താ? കൊണ്ടാജിയം വിവം ഫ്ലൂയിഡം. ഓക്കെ, കൊണ്ടാജിയം വിവം ഫ്ലൂയിഡം. അപ്പോ അതിന്റെ ബ്രാക്കറ്റിൽ ഞാൻ വേണമെങ്കിൽ എഴുതാം. എന്താണ് ബ്രാക്കറ്റിൽ എഴുതേണ്ടത്? ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. ഓക്കെ ആണോ? M.W. Bajornek, he demonstrated that extract of the infected tobacco plant cause infection in healthy plants and called the fluid as a Contagium vivum fluidum. Are you okay? എഴുതി കഴിഞ്ഞോ? പറഞ്ഞേ. എഴുതിയില്ലേ? എല്ലാരും എഴുതി? ഓക്കെ. അപ്പോഴേ 3 സയന്റിസ്റ്റുകളുടെ പേര്, ഇത് ഒരു സയന്റിസ്റ്റും കൂടി ഉണ്ട്. 4ാമത് ഒരു സയന്റിസ്റ്റും കൂടി ഈ വൈറസിന്റെ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളും കൂടി ഉണ്ട്. വൈറസിന് എന്തുപോലെ നിൽക്കാൻ പറ്റുന്ന പറഞ്ഞത്? പുറത്ത് എന്തുപോലെ നിൽക്കാൻ പറ്റുന്ന പറഞ്ഞത്? ക്രിസ്റ്റൽ പോലെ. മനസ്സിലായോ? വൈറസിന് കല്ല് പോലെ നിൽക്കാൻ പറ്റും. ക്രിസ്റ്റലൈസേഷൻ പോലെ. എങ്ങനെ പറഞ്ഞത്? വൈറസ് എന്തുപോലെ എന്നാ പറഞ്ഞത്? ക്രിസ്റ്റലൈസേഷൻ പോലെ നിൽക്കാൻ പറ്റും. പക്ഷെ മാത്രമല്ല, അതിനൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ആ പ്രോട്ടീൻ കോട്ട് അല്ലെ, ആ ക്രിസ്റ്റലിന് എന്തുണ്ട്? പ്രോട്ടീൻ ഉണ്ട് എന്ന് എഴുതിക്കൂടെ? പറഞ്ഞൂടെ? അത് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ്. അതായത് അയാളുടെ പേര് ഞാൻ എഴുതുകയാണ്. അയാളുടെ പേര് WM സ്റ്റാൻലി. WM സ്റ്റാൻലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. WM സ്റ്റാൻലി എന്ന് പറയുന്ന സയന്റിസ്റ്റ്. സ്റ്റാൻലി 1898 WM സ്റ്റാൻലി പറഞ്ഞത്. അപ്പൊ എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. WM സ്റ്റാൻലി 1898 എന്താ സമയം? 1898 അല്ല കേട്ടോ. 1898 ആരായിരുന്നു? ഓർമ്മ ഉണ്ടോ? അത് പഠിച്ചോണ്ടിട്ടോ, വീട്ടിൽ കുത്തിയിരുന്ന് പഠിച്ചോണ്ടി ആ പേരുകളൊക്കെ. 1935 WM സ്റ്റാൻലി അയാൾ ചെയ്തത് എന്താ വെച്ചാല്, ഹി ഷോവ്ഡ് ദാറ്റ്, അദ്ദേഹം ഷോ ചെയ്തു, അയാൾ കാണിച്ചു, അല്ലെങ്കിൽ അയാൾ പ്രൂവ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഹി ഷോവ്ഡ് ദാറ്റ്, അദ്ദേഹം പ്രൂവ് ചെയ്തു വൈറസിന് എന്താവാൻ പറ്റും? വൈറസിന് എന്താവാൻ പറ്റും? വൈറസ് കുഡ് ബി ക്രിസ്റ്റലൈസ്ഡ്. എന്താവാൻ പറ്റും? കല്ലാവാൻ പറ്റും. ക്രിസ്റ്റലൈസ്ഡ്. മാത്രമല്ല, ആ ക്രിസ്റ്റലിൽ എന്തുണ്ട്? കല്ലെന്നാണ് കേട്ടോ. കല്ലാവാൻ പറ്റും എന്നാണ് അതിന്റെ അർത്ഥം. കല്ല് പോലെ നിൽക്കാൻ പറ്റും. ആൻഡ് ആ കല്ലിന്, ആ ക്രിസ്റ്റലിന് എന്തുണ്ട്?
ആൻഡ് ക്രിസ്റ്റൽ കൺസിസ്റ്റ് ഓഫ് പറഞ്ഞോളൂ. protein, കൺസിസ്റ്റ് ഓഫ്, യെസ് അതന്നെ, കൺസിസ്റ്റ് ഓഫ് ലാർജ്ലി കൺസിസ്റ്റ്, അങ്ങനെ വേണ്ട, കൺസിസ്റ്റ് ഓഫ് വേണ്ട, കൺസിസ്റ്റ് ഒരു ഇതിന്റെ സ്പെല്ലിംഗ് ഒക്കെ കൺസിസ്റ്റ് ലാർജ്ലി എന്ത് ഓഫ് പ്രോട്ടീൻ, ലാർജ്ലി ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, എഴുതിച്ചോളൂ. ഇത്രയാണ് അദ്ദേഹം പറഞ്ഞത്. WM സ്റ്റാൻലി. He showed that virus could be crystallized and crystals consist largely of proteins. മക്കളെ എല്ലാവരും കഴിഞ്ഞോ? എല്ലാവർക്കും കഴിഞ്ഞില്ലേ? ഇനി ഞാനൊരു സത്യം പറയാം. നമ്മുടെ ചാപ്റ്റർ തീരാൻ വളരെ കുറച്ചും കൂടിയേ ഉള്ളൂ, കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വൈറസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്താനേ. വൈറസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ആദ്യം വൈറസ് എന്ന് പറഞ്ഞ ഒരു ട്രൂ ലിവിങ് അല്ല, 2 പ്രോപ്പർട്ടി ഉണ്ട്, ലിവിങ് ആൻഡ് നോൺ ലിവിങ് പ്രോപ്പർട്ടി. ഔട്ട്സൈഡ് ദ ലിവിങ് സെൽ ഒരു ഇനേർട്ട് ക്രിസ്റ്റൽ ആണ്. ഒരു ലിവിങ് സെല്ലിൽ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മെഷീനറി പ്രവർത്തനങ്ങളും അത് ഏറ്റെടുക്കും. എന്നിട്ട് ആ ഹോസ്റ്റിന്റെ ഉള്ളിൽ വെച്ച് അത് മൾട്ടിപ്ലൈ ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്യും, സ്വന്തമായിട്ട് ദംസെൽസ് പറഞ്ഞാൽ സ്വന്തമായിട്ട് അത് റെപ്ലിക്കേറ്റ് ചെയ്യും. വൈറസ് ഒരു പാരാസൈറ്റ് ആണ്, ഒബ്ലിഗേറ്റ് പാരാസൈറ്റ് ആണ്. വൈറസിന്റെ പ്രോട്ടീൻ കോട്ട്, വൈറസ് ശരിക്കും സെല്ലല്ല കേട്ടോ, നോൺ സെല്ലുലാർ ഓർഗാനിസം ആണ്. വൈറസ് ഇസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. കാരണം ഒരു ജനറ്റിക് മെറ്റീരിയലും അതുപോലെ തന്നെ പ്രോട്ടീൻ കോട്ടും ഉണ്ട്. പ്രോട്ടീൻ കോട്ടിനെ വിളിച്ച പേര് ക്യാപ്സിഡ് ആണ്. സ്മോൾ സബ് യൂണിറ്റ് ക്യാപ്സോമിയർ ആണ്. ജനറ്റിക് മെറ്റീരിയൽ ഏതെങ്കിലും എയ്തർ RNA അല്ലെങ്കിൽ DNA ആകാം. ടൈപ്പ് ഓഫ് വൈറസ് ഇഷ്ടംമാതിരി പറഞ്ഞു. ഒന്ന് പ്ലാൻ വൈറസ്, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്, ട്യൂബാക്കോയിലൊക്കെ ഇൻഫെക്ട് ചെയ്യും. ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ബാക്ടീരിയോഫേജ്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. അനിമൽ വൈറസ്, അനിമലിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആകാം, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആകാം, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആകാം. അതിനുശേഷം വൈറൽ ഡിസീസ് ഏതൊക്കെയെന്ന് പറഞ്ഞു, അത് പിന്നെ വൈറൽ സിംറ്റം ഇൻ പ്ലാന്റ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞു. അതിന്റെ ഓരോ കാര്യങ്ങൾ പഠിക്കണം, കാണാതെ തന്നെ പഠിക്കണം. ഇപ്പൊ ഇതാ വൈറസിനെ കണ്ടെത്തിയതും വൈറസിന് പേര് കൊടുത്തതും പലതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേര്. ഇതൊക്കെ ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഇന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിച്ചിട്ട് കാര്യമില്ല, ക്ലാസ് കഴിയുന്നതിനേക്കാളും മുന്നേ ചോദിക്കണം. ഈ മലയാളം മീഡിയത്തിലുള്ള കുട്ടിയൊക്കെ ഇത് ഓക്കെ ആണോ മക്കളെ? മലയാളം മീഡിയത്തിലുള്ള കുട്ടിയൊക്കെ ഓക്കെ ആയോ? ഒരിക്കൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അറിയോ? ഓക്കെ ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇംഗ്ലീഷ് ഒന്നും വിഷയമൊന്നുമില്ലല്ലോ. ഇതിന്റെ കടിക്കട്ടി ഇംഗ്ലീഷ് ഒന്നും നിങ്ങൾക്ക് വിഷയമാവണില്ലല്ലോ? ഇല്ലല്ലോ? കുഴപ്പമുണ്ടാവരുത്, അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദിക്കണത്. പഠിക്കുന്നുണ്ടോ? ഈ മലയാളം മീഡിയക്കാർ പഠിക്കുന്നുണ്ടോ? സീരിയസ്ലി അവർ ഇരുന്ന് പഠിക്കുന്നുണ്ടോ? ഓക്കെ, ഇരുന്ന് പഠിക്കണം. ഓക്കെ, ഇനി നമ്മള് വൈറസ് അല്ലാത്ത വേറൊരു സാധനത്തിനെ കണ്ടെത്തിയിട്ടുണ്ട്. വേറൊരു സാധനം വൈറസ് അല്ലാത്തത്, അതിന്റെ പേരാണ് വൈറോയിഡ് എന്ന് പറയും. അതായത് വൈറസിനേക്കാളും ചെറുതാണ്, സ്മോളർ ദാൻ വൈറസ്. ഇത് വേറെ സാധനം കേട്ടോ, സ്മോളർ ദാൻ വൈറസ് ആണ്. ഇവർക്ക് പ്രോട്ടീൻ കോട്ട് ഇല്ല. ഇവർക്ക് എന്തില്ല? എന്ത് ആബ്സെന്റ് ആണ്? വൈറസിന് പ്രോട്ടീൻ കോട്ട് ഉണ്ട്, ഇവർക്കോ എന്ത് ആബ്സെന്റ് ആണ്? പ്രോട്ടീൻ കോട്ട് ഈസ് ആബ്സെന്റ്. പ്രോട്ടീൻ കോട്ട് ഈസ് ആബ്സെന്റ്. മാത്രമല്ല, അപ്പൊ RNA വളരെ ഫ്രീ ആണ്. അപ്പൊ RNA ഫ്രീ ആയിട്ടാണ് നിൽക്കുക. മനസ്സിലായോ? പ്രോട്ടീൻ കോട്ട് ഈസ് ആബ്സെന്റ്, RNA എന്താണ്? വളരെ അതായത് പ്രോട്ടീൻ കോട്ട് ഇല്ലെങ്കിൽ RNAക്ക് ഫ്രീ ആയിട്ട് നിന്നൂടെ? പ്രോട്ടീൻ കോട്ട് ഉണ്ടെങ്കിലല്ലേ അതിന്റെ മേലെ ഇങ്ങനെ
കട്ടി കൂടി നിൽക്കുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതായത് പ്രോട്ടീൻ കോട്ട് ഈസ് ആബ്സെന്റ്, സോ RNA ഈസ് ഫ്രീ. സോ RNA എന്താണ്? ഫ്രീ ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്രീ ആയിട്ട് RNA കിട്ടിയെന്നാണോ അതിന്റെ അർത്ഥം? ആണോ? ഓക്കെ. അപ്പൊ RNA ഇല്ല, RNA വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്ന് അർത്ഥം. ഞാൻ അപ്പൊ അത് എഴുതണില്ല, നിങ്ങളെ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട്. പ്രോട്ടീൻ കോട്ട് ഈസ് ആബ്സെന്റ്. ഇനി ഇവർക്കുള്ള RNA പ്രത്യേകത എന്താ അറിയോ? their RNA is low molecular weight. RNA വളരെ വെയിറ്റ് കുറവായിരിക്കും. ലോ മോളിക്കുലാർ വെയിറ്റ് RNA, ലോ മോളിക്കുലാർ വെയിറ്റ് RNA ഈസ് പ്രസന്റ്. ലോ മോളിക്കുലാർ വെയിറ്റ് RNA ഈസ് പ്രസന്റ്. അന്ന് അങ്ങനെ പറഞ്ഞാൽ എന്താ? ലോ മോളിക്കുലാർ വെയിറ്റ് കെമിസ്ട്രിയിൽ ലോ മോളിക്കുലാർ വെയിറ്റ് RNA ഈസ് പ്രസന്റ് എന്നാണ് എന്താ അർത്ഥം? എന്താ അർത്ഥം? എന്താ ലോ മോളിക്കുലാർ വെയിറ്റ്? എടാ ഇതിന്റെ ചിത്രം ഒന്നും കാണിക്കാൻ പറ്റൂല, കാരണം വൈറസിനേക്കാളും ചെറുതാണ്, ഇവർക്ക് പ്രോട്ടീൻ കോട്ടും ഇല്ല. പിന്നെ നമുക്ക് ഡയലോഗ് അടിക്കാനേ പറ്റുള്ളൂ. എന്താ പറയാ? ലോ മോളിക്കുലാർ വെയിറ്റ് RNA ഈസ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? ലോ മോളിക്കുലാർ വെയിറ്റ് RNA ഈസ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓക്സിജന്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയാണ്? 32 ഗ്രാം അല്ലെ? നൈട്രജന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 40. നൈട്രജന്റെ ആണോ? നൈട്രജൻ വേണ്ട, എനിക്കറിയില്ല. എനിവേ കാൽസ്യം കാർബണേറ്റ് മോളിക്കുലാർ വെയിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 ഒക്കെ കിട്ടൂലേ? 40, 12, 52 അല്ലെ? അറിയാം? ഓക്കെ ആണോ? ഇതിനെയാണ് നമ്മൾ മോളിക്കുലാർ വെയിറ്റ് എന്ന് അറിയാം. അപ്പൊ ഇവർക്ക് മോളിക്കുലാർ വെയിറ്റ് എന്താണ്? വളരെ കുറവാണ്. ഇനി ഒരു കാര്യം കൂടിയും ഇത് ഉണ്ടാക്കുന്ന ഡിസീസ്, ഇത് ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ഉണ്ട്. ഇറ്റ് ക്യാൻ കോസ് അതും കൂടി പറയാം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇറ്റ് ക്യാൻ കോസ് പൊട്ടാറ്റോ. ഇതൊരു കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇറ്റ് ക്യാൻ കോസ് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് കണ്ടിട്ടുണ്ടോ? സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഇറ്റ് ക്യാൻ കോസ് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഞാൻ അതിന്റെ ചിത്രം കാണിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ. ഇത് കണ്ട? ഈ ചിത്രം കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് കണ്ട? നല്ല ഉരുളൻകിഴങ്ങ് കണ്ട? ഈ ഉരുളൻകിഴങ്ങിന്റെ ഷേപ്പ് മാറിയത് കണ്ട? ഇങ്ങനെ കണ്ട? കണ്ടില്ലേ? ഈ ഇങ്ങനെയുള്ള ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ആയിട്ട് മാറി. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ? ഇതാ ഇങ്ങനെയുള്ള ഒരു ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ആയിട്ട് മാറുക, മെലിഞ്ഞു പോവുക. ഉരുളൻകിഴങ്ങ് മെലിഞ്ഞു പോവുക. അതിനെയാണ് എന്ത് വിളിക്കുക മക്കളെ? അതിനാണ് എന്ത് വിളിക്കുക? പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. അപ്പോ സ്മോളർ ദാൻ വൈറസ് ആണ്, പ്രോട്ടീൻ കോട്ട് ആബ്സെന്റ് ആണ്, ലോ മോളിക്കുലാർ വെയിറ്റ് RNA പ്രസന്റ് ആണ്. അത് വളരെ ലോ മോളിക്കുലാർ ആണ്, വെയിറ്റ് വളരെ കുറവാണ്. DNA ഉണ്ടാവില്ല. ഇല്ല, DNA ഇല്ല, RNA ആണ് അവർക്ക് കേട്ടോ. DNA ഇല്ല, RNA ആണ്. ഇറ്റ് ക്യാൻ കോസ് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഓക്കെ. ഇനി മാത്രമല്ല, ഇത് കണ്ടെത്തിയത് ആരാരോ? അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേരും അതിന്റെ വർഷവും. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ആരായിരിക്കും? ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ നമ്മുടെ ടിയോ ഡൈനിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ടിയോ ഡൈനിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. 1971 കേട്ടോ, 1971. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ടിയോ ഡൈനിയർ. ഇത് എഴുതി വെച്ചോ. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതൊക്കെ ഇടക്ക് ചോദിക്കും. പക്ഷെ ഇതൊക്കെ ആവർത്തിച്ച് ചോദിച്ചതാണ് ഈ റെഡിങ്ങിൽ എഴുതിയത്. ഇറ്റ് ക്യാൻ കോസ് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ടിയോ ഡൈനിയർ. എഴുതിണ്ടാവും അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ വൈറസ് പറഞ്ഞു, വൈറോയിഡ് പറഞ്ഞു. ഇനി വേറൊരു ചെറിയൊരു സാധനം കൂടി പറയാനുണ്ട്. അതായത് അതിന്റെ പേര് ഞാൻ പറയാൻ പോവാണ്.
പ്രിയോൺസ് കേട്ടിട്ടുണ്ടോ? പ്രിയോൺസ് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പ്രിയോൺസ് കേട്ടിട്ടുണ്ടോ? പ്രിയോൺസ് ഇത് ഏകദേശം വൈറസിന്റെ സൈസുമായിട്ട് ഏകദേശം സിമിലാർ ഉണ്ട്. വൈറസിനേക്കാളും ചെറുതൊന്നല്ല, വൈറസിന്റെ അത്ര സൈസ് ഉണ്ട് ഇത്. പ്രിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇപ്പൊ വൈറസിന്റെ പ്രോട്ടീൻ കോട്ട് ഇങ്ങനെയല്ലേ? ഇതല്ലേ പ്രോട്ടീൻ കോട്ട്? വൈറസിന്റെ പ്രോട്ടീൻ കോട്ട് ഇങ്ങനെയല്ലേ നമ്മൾ വരച്ചത്, നല്ല ഓർഡറിലായിട്ട് അല്ലേ? പക്ഷെ പ്രിയോൺസിന്റെ പ്രോട്ടീൻ കോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതെന്താ അതിന്റെ അർത്ഥം? ഇതെന്താ അങ്ങനെ മടങ്ങിക്കെടുക്കണ, വൃത്തികെട്ട രീതിയിൽ മടങ്ങിക്കെടുക്കുന്ന പ്രോട്ടീനാണ് ഇവർക്കുള്ളത്. അതായത് അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ. എന്താണ് മക്കളെ? എന്താണ് ഇവർക്കുള്ളത്? വൃത്തികെട്ട രീതിയിൽ മടങ്ങിക്കെടുക്കുക പ്രോട്ടീൻ. അബ്നോർമലി ഫോൾഡഡ് എന്താണുള്ളത്? പ്രോട്ടീൻ. ഇതാണ് ഇൻഫെക്ട് ചെയ്യുക, ഇതാണ് ഡിസീസ് ഉണ്ടാക്കുക. ഈ പ്രോട്ടീനാണ് ഡിസീസ് ഉണ്ടാക്കുക. അപ്പൊ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ആയിട്ടുള്ള ആളാണ് ആര്? പ്രിയോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പ്രിയോൺസിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഡെഫിനിഷൻ കൊടുക്കുന്നത്. പ്രിയോൺസിന്റെ ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതാ, ദേ ആർ പറയണേ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് കളർ ഒന്ന് മാറ്റട്ടെ. ദേ ആർ abnormally folded proteins. They are abnormally folded proteins. They are abnormally folded protein. Okay. പിന്നെ ഒരു കാര്യം, ഇവര് വൈറസിനേക്കാളും ചെറുതാണോ വലുതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? These are similar in size to these are കേൾക്കുന്നുണ്ടോ മക്കളെ ഞാൻ പറഞ്ഞത്? These are similar in size to virus. എന്നാണ് പറയാ. വൈറസിന്റെ സൈസിനുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, അത്ര തന്നെ വലിപ്പമാണ് ഇവർക്കുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഇത് കന്നുകാലികളിൽ, ഈ പ്രിയോൺസ് കന്നുകാലികളിൽ കയറി കഴിഞ്ഞാല് ഒരു ഡിസീസ് ഉണ്ടാക്കും. കന്നുകാലികളിൽ ഒരു ഡിസീസ്, മാഡ് കൗ ഡിസീസ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഭ്രാന്തിപ്പശു എന്ന് പറയും. ഭ്രാന്തിപ്പശു അവരുടെ ബ്രെയിനിനെ ഇൻഫെക്ട് ചെയ്യുന്ന ഡിസീസാണ്. തലച്ചോറിനെ ന്യൂറോളജിക്കൽ ഡിസീസാണ്. അതായത് ന്യൂറോൺ എന്നൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് അറിയാലോ. ന്യൂറോൺ കേട്ടിട്ടുണ്ടോ? ന്യൂറോൺ നാഡികളെ ബാധിക്കുന്ന ഒരു ആളാണ് പ്രിയോൺസ്. അപ്പോ ഇറ്റ് ക്യാൻ കോസ്, ഇതിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിസീസിന്റെ പേരാണ് ഇറ്റ് ക്യാൻ കോസ് മാഡ് കൗ ഡിസീസ്. മാഡ് കൗ അല്ലെങ്കിൽ വേറൊരു പേരാണ്, മാഡ് കൗവിന്റെ വേറൊരു പേരാണ് മാഡ് കൗ അല്ലെങ്കിൽ ബൊവൈൻ. ഒരു മിനിറ്റ് ഞാൻ ഇത് ഉണ്ടാക്കുന്ന ഡിസീസ് ഏതാന്നുള്ളത് അതിന്റെ വേറൊരു പേരുണ്ട്. ഇറ്റ് ക്യാൻ കോസ്, ഈ മാഡ് കൗ ഡിസീസിന്റെ വേറൊരു പേരാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. ഞാനിവിടെ എഴുതാം, നിങ്ങൾക്ക് നോക്കാം. ഇറ്റ് ക്യാൻ കോസ് ബൊവൈൻ എന്ന് പറഞ്ഞ പശുക്കൾ ആ വിഭാഗമാണ്. ബൊവൈൻ സ്പോഞ്ചിഫോം എന്നാണ്. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി. മനസ്സിലായോ? ബ്രാക്കറ്റിൽ BSE എന്ന് എഴുതാം. അല്ലെങ്കിൽ അതിന്റെ വേറെ പേരെന്താണ്? ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി മാഡ് കൗ ഡിസീസ്. ആരിലത് ഉണ്ടാക്കുക? മാഡ് കൗ ഡിസീസ് കൗലല്ല, കാറ്റിൽ, കന്നുകാലികളില്. മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽ എന്നാണ് പറയാം. ഇൻ കാറ്റിൽ. ഓക്കെ. It can cause bovine spongiform encephalopathy or mad cow disease in cattle. കന്നുകാലികളിൽ. ഇതേപോലെ തന്നെ ഇപ്പൊ ഈ പശുവിനെ നമ്മൾ തിന്നിട്ടില്ലെങ്കിൽ, ഈ പശു നമ്മൾ ചിലപ്പോൾ ബീഫൊക്കെ കഴിക്കാറില്ലേ? അപ്പൊ ബീഫില് ഈ ഡിസീസ് വന്നു വിചാരിച്ചോ, അപ്പൊ നല്ല പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിനെ കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡിസീസ് നമ്മൾക്കും വരും. ഇങ്ങനെ ഇൻഫെക്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഇതേ ഡിസീസ് മനുഷ്യന്മാരിലേക്കും വരാം. മനുഷ്യന്മാരിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഉണ്ടാക്കുന്ന ഡിസീസിന്റെ പേര് ജാക്കബ് ഡിസീസ് എന്നാണ് വിളിക്കുക കേട്ടോ. ഈ ഡിസീസ് മനുഷ്യന്മാരിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ വിളിക്കുക അതിനെ? എന്താ വിളിക്കുക? ജാക്കബ് ഡിസീസ്. അതായത് ഇറ്റ് ക്യാൻ കോസ് അതിനുണ്ടാക്കാൻ കഴിയുന്നു. ഇറ്റ് ക്യാൻ കോസ് എന്തെന്നറിയോ? ആ ഡിസീസിന്റെ പേര് ഞാൻ ഇവിടെ എഴുതാണ്. സിആർ ജാക്കബ്, അങ്ങനെയാണ് കേട്ടോ. സിആർ ജാക്കബ് ഡിസീസ് എന്നാണ്. ജാക്കബ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് അത് കണ്ടെത്തിയത്. ക്രിഡ്ഫെൽറ്റ് എന്നാണ്. ക്രിഡ്ഫെൽറ്റ്, അതൊന്നും ടെക്സ്റ്റിലില്ല. ക്രിഡ്ഫെൽറ്റ് എന്നാണ് ആ ഡിസീസിന്റെ പേര്. ജാക്കബ് കണ്ടെത്തിയതുകൊണ്ട് സിആർ ജാക്കബ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ക്രിഡ്ഫെൽറ്റ് ഡിസീസ് എന്നാണ് ശരിക്കും മനുഷ്യന്മാരിലെ തന്നെ വിളിക്കുക. ജാക്കബ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കണ്ടെത്തിയതുകൊണ്ട് സിആർ ജാക്കബ് ഡിസീസ് എന്നാണ് അതിനെ വിളിക്കുക. ചുരുക്കി വിളിക്കുന്നതാണ്. നിങ്ങൾ ചുരുക്കി പഠിച്ചാൽ മതി. സിആർ ജാക്കബ് ഡിസീസ്. ഓക്കെ, സിആർ ജാക്കബ് ഡിസീസ് എന്നാണ്. ബ്രാക്കറ്റിൽ CJD. It can cause CR Jacob disease or CJD in humans. ഹ്യൂമൻസിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഡിസീസ് എങ്ങനെ? ഹലോ, ക്ലിയർ ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാരിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ അറിയോ? നമ്മുടെ ബ്രെയിനിൽ ഇൻഫെക്ട് ചെയ്യും, നമ്മുടെ ഓർമ്മശക്തി കുറയും, അങ്ങനെ കുറെ അവസാനം നമ്മുടെ ബുദ്ധി, അങ്ങനെ പല കാര്യങ്ങളും മന്ദപ്പ് അനുഭവപ്പെടും. മെയിനായിട്ട് ഓർമ്മശക്തി ഒക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ശരിക്കും ബ്രെയിനിൽ ഇൻഫെക്ട് ചെയ്യാണ് ചെയ്യുക. ന്യൂറോളജിക്കൽ ഡിസീസ് ആണ്. അന്തോ കുത്തോ സർ, പറഞ്ഞോ. മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയോ? ഇറ്റ് ക്യാൻ കോസ് ഡിസീസിന്റെ പേരാണോ? ബൊവൈൻ എന്നാണ്. ഒരു മിനിറ്റ്. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. ബ്രാക്കറ്റിൽ BSE എന്നാണ്. BSE. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്നാണ് അതിനെ വിളിക്കുക. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, BSE എന്നാണ്. അല്ലെങ്കിൽ മാഡ് കൗ ഡിസീസ്, ഭ്രാന്തിപ്പശു എന്ന് പറയും നമ്മള്. കിട്ടിയോ മോളെ? ഓക്കേ സർ. ബൊവൈൻ സ്പോഞ്ചിഫോം, ബൊവൈൻ എല്ലാരും കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞ? ഓക്കെ. അപ്പോ വൈറസിനെയും വൈറോയിഡിനെയും പ്രിയോൺസിനെയും ആർക്ക് ഒരു പ്രോപ്പർ ലൊക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല? RH വിറ്റക്കർ. പിന്നെ അതേമാതിരി RH വിറ്റക്കറിന്റെ ലൈക്കൺ ഓർമ്മയുണ്ടോ? ലൈക്കണെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് എവിടെയോ പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? ലൈക്കൺ പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? ലൈക്കൺ ഫംഗസ് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ? ഫംഗസ് എടുത്ത സമയത്ത് ലൈക്കണെ പറഞ്ഞിട്ടില്ല? എന്തൊരു കഷ്ടാണ് മക്കൾ, എന്താ അതൊന്നും കേൾക്കാത്തത്? ലൈക്കൺ എന്നിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ലൈക്കണെ ആൽഗയുമായി ഇതൊക്കെ മരത്തും എങ്ങനെ കാണും? ഓർമ്മയുണ്ടോ? ഇതിൽ ആരൊക്കെ ഉണ്ട്? ഈ ഒരു ലൈക്കൺ, ഇതാണ് ലൈക്കൺ. ഈ ലൈക്കൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെ കൂടി ചേർന്നതാണ്? ആൽഗയും ഫംഗസും. അപ്പൊ നമ്മള് അത് ഒരു തവണ പറഞ്ഞതാണ്. അപ്പൊ ഒരു കാര്യമുണ്ട്, ഈ ലൈക്കൺ ഒരു പ്രത്യേക പൊസിഷൻ ഒന്നും കൊടുത്തിട്ടില്ല. കൊടുത്തിക്കണോ? ലൈക്കൺ ഒരു പ്രത്യേക പൊസിഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ.
No, ഇല്ല. sir. അപ്പൊ ശരിക്കും ലൈക്കൺ എന്താന്നുള്ളത് നമ്മളൊന്ന് എടുത്ത് പഠിക്കുകയാണ്. ലൈക്കൺ ഇറ്റ് ഈസ് ആരൊക്കെ ഉണ്ട് ഇതിൽ ആരൊക്കെ ഉണ്ട് ലൈക്കണിൽ ആരൊക്കെ ഉണ്ട്? ഇറ്റ് ഈസ് ദി Algae and fungus. ഇറ്റ് ഈസ് ദ സിംബയോട്ടിക്, ഒരുമിച്ച് ജീവിക്കുകയാണ്. സിംബയോട്ടിക് ഒരുമിച്ച് ജീവിക്കുകയാണ് അല്ലെ? ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെ? ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ. ബ്രാക്കറ്റിൽ എന്താ എഴുതേണ്ടതെന്ന് അറിയോ? ഇറ്റ് ഈസ് എ രണ്ടുപേർക്കും ഗുണല്ലേ കിട്ടുന്നത് അല്ലേ? രണ്ടുപേർക്കും ഗുണല്ലേ? Yes, sir. മ്യൂച്വലി യൂസ്ഫുൾ ആയിട്ടുള്ള അസോസിയേഷൻ ആണ് അല്ലെ? മ്യൂച്വലി യൂസ്ഫുൾ ആയിട്ടുള്ള അസോസിയേഷൻ ആണ്. മ്യൂച്വലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് എന്ന് പറയാം. യൂസ്ഫുൾ അസോസിയേഷൻ. ആരൊക്കെ തമ്മില്? Algae and fungi. It is a symbiotic association between algae and fungi. ആർക്കതിന് ഗുണം? രണ്ടുപേർക്കും ഗുണാണ്. ആർക്ക്? ഒരു പേർക്കും. ആൽഗ എന്തുണ്ടാക്കി കൊടുക്കും? ആൽഗെ എന്തുണ്ടാക്കി കൊടുക്കും? ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കും ഫംഗസിന്. അത് മാത്രമല്ല, ഫംഗസ് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യും. വാട്ടർ എന്നിട്ട് അബ്സോർബ് ചെയ്ത് മാത്രമല്ല, ആൽഗ നിൽക്കുന്നത് ആരുടെ മേലെയാണ്? ഫംഗസ്. അതായത് ഫംഗസ് ഇവരുടെ വീടാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഫംഗസ് ഒരു ഷെൽട്ടർ ആണ്. ആർക്ക്? ഫംഗസ് ഒരു ഷെൽട്ടർ ആണ്. ആർക്ക്? ആൽഗയ്ക്ക്. അപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, ആൽഗ ആൻഡ് ഫംജൈ എന്നാണ്. ഓക്കെ, ഇതിൽ ആൽഗ എന്താ ചെയ്യണത്? അപ്പൊ ഞാനിവിടെ എഴുതാൻ പോണേ, ആൽഗെ പ്രിപ്പയർ ഫുഡ് ഫോർ അല്ലെ? ആൽഗെ പ്രിപ്പയർ ഫുഡ് ഫോർ ആർക്ക് വേണ്ടിയിട്ട്? പ്രിപ്പയർ ഫുഡ് ഫോർ ഫംജൈ. ഫംജൈ എന്ത് ചെയ്യും? ഫംജൈ പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് അബ്സോർബ് എന്താ അബ്സോർബ് ചെയ്ത് കൊടുക്കും? Water and minerals. അബ്സോർബ് മിനറൽ ന്യൂട്രിയൻസ്. വാട്ടർ ആൻഡ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽ ന്യൂട്രിയൻസ്. ആർക്ക്? മിനറൽ ന്യൂട്രിയൻസ് ഫോർ ആൽഗെ അല്ലെ? ഓക്കെ, മനസ്സിലായോ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനാണ് കേട്ടോ. ലൈക്കൺ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഇല്ലേ? ലൈക്കൺ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നേ വരെ ടൈപ്പ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. നോ സാർ എന്ന് പറഞ്ഞത് ആരാ? വിസ്മയ. വാട്ട് ഡു യു മീൻ ബൈ നോ? വിസ്മയ, നോ എന്ന് പറഞ്ഞത് എന്താണ്? മനസ്സിലായില്ല എന്നാണോ? ഹലോ, വിസ്മയ ഉണ്ടോ? ലൈക്കൺ കണ്ടിട്ടില്ല എന്നാണല്ലേ? ഇപ്പൊ കണ്ടോ? ലൈക്കണ കണ്ടോ? നേരത്തെ കണ്ടില്ലേ? മരത്തിന്റെ മേലൊക്കെ കാണുന്ന ലൈക്കണ കണ്ടില്ലേ? ഇപ്പോ വിസ്മയ കണ്ടില്ലേ? ഓക്കെ, അപ്പൊ ആ ലൈക്കന്റെ എന്ന് പറഞ്ഞാൽ, ലൈക്കൻ എന്ന് പറഞ്ഞാൽ രണ്ടാള് കൂടി ചേർന്നതാണ്, ആൽഗയും ഫംഗസും. ഇത് ആൽഗെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫംഗസിന് കൊടുക്കും. ഫംഗൈ ഫുഡ് ഉണ്ടാക്കൂല, ഫംഗസിന് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും ഇവർക്ക് വേണ്ടിയിട്ട്. ഈ ആൽഗൽ പാർട്ട്ണറെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഈ ആൽഗൽ പാർട്ട്ണറെ നമ്മളൊരു പേര് വിളിക്കും. ആൽഗൽ പാർട്ട്ണർ ഈസ് കോൾഡ് ആൽഗന്റെ ആ പാർട്ട്ണറെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആൽഗൽ പാർട്ട്ണർ ഈസ് കോൾഡ് ഫൈക്കോബയോണ്ട് എന്നാട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആൽഗന്റെ പാർട്ട്ണറെ നമ്മൾ ആൽഗനെ നമ്മൾ വിളിക്കുക എന്താണെന്നറിയോ? ഫൈക്കോബയോണ്ട് എന്നാണ്. ആൻഡ് ഫംഗൽ പാർട്ട്ണറെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഫംഗൽ പാർട്ട്ണർ ഈസ് കോൾഡ് മൈക്കോബയോണ്ട് എന്നാണ് വിളിക്കുക. ഈസ് കോൾഡ് മൈക്കോബയോണ്ട്. എഴുതി വെച്ചോണ്ടേ, മൈക്കോബയോണ്ട്. മനസ്സിലായി? ആൽഗൽ പാർട്ട്ണർ ഈസ് കോൾഡ് ഫൈക്കോബയോണ്ട് ആൻഡ് ഫംഗൽ പാർട്ട്ണർ ഈസ് കോൾഡ് മൈക്കോബയോണ്ട്. ആൽഗൽ പാർട്ട്ണറെ വിളിക്കുന്ന പേര് ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ പാർട്ട്ണറെ വിളിക്കുന്ന പേര് മൈക്കോബയോണ്ട് എന്നും.
എഴുതിയടാ? Yes, sir. യെസ് സാർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി പറയാൻ പോണത്. അതാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇതൊന്നും ചോദിക്കൂല എന്നല്ല കേട്ടോ, പക്ഷെ അത് വെച്ചിട്ടാണ് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇത് ഫുള്ള് മനസ്സിലായെങ്കിൽ മാത്രം അത് മനസ്സിലാവുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. ഈ അന്തരീക്ഷ മലിനീകരണമുള്ള സ്ഥലങ്ങളില്, പൊല്യൂഷൻ കൂടിയ സ്ഥലങ്ങളില് ലൈക്കൻ വളരില്ല. പൊല്യൂഷൻ കൂടിയ സ്ഥലത്ത് ആര് വളരില്ല മക്കളെ? ആര് വളരില്ല? ലൈക്കൻ. അപ്പോ പൊല്യൂഷൻ കൂടിയ ഭാഗം, പൊല്യൂഷൻ കുറഞ്ഞ സ്ഥലത്ത് എന്തായിരിക്കും? പൊല്യൂഷൻ കുറഞ്ഞ സ്ഥലത്ത് ആര് കൂടുതൽ ഉണ്ടായിരിക്കും? ലൈക്കൻ കൂടുതലുണ്ടായിരിക്കും. അപ്പൊ പൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ നമുക്ക് മനസ്സിലാക്കാൻ ആരെ ഉപയോഗിക്കാം? ലൈക്കൻ. അപ്പൊ ഞാനിവിടെ എഴുതുന്നത് ശ്രദ്ധിച്ചോ. ലൈക്കൻസ് ആർ വെരി ഗുഡ്. ആരാണ് വെരി ഗുഡ്? പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. വെരി ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? വെരി ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൊല്യൂഷൻ ഉണ്ടോ ഇല്ലെന്ന് നോക്കാൻ പറ്റും. പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാൻ കാരണം, പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ബിക്കോസ് അവരെവിടെ വളരില്ല? ബിക്കോസ് ദേ ഡു നോട്ട് ഗ്രോ. എവിടെ? നോട്ട് ഗ്രോ ഇൻ Polluted area. polluted areas. They do not grow in polluted areas എന്നാണ് പറയട്ടെ. Polluted areas. They do not grow in polluted areas. They do not grow in polluted areas എന്നാണ് പറയാം. മനസ്സിലായടാ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? Yes, sir. ഓക്കെ. ഇന്നെടുത്തത് ക്ലിയർ ആയോ? ഓക്കെ. ഇതോട് കൂടിയിട്ട് നമ്മളുടെ ടോപ്പിക് തീരാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇവിടെ തീരാണ്. ഇനി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഒന്നുമില്ല. ഈ ചാപ്റ്റർ തീർന്നു. നന്നായിട്ട് പഠിക്കണം. ഇനി നിങ്ങൾക്ക് സോളജി ഒക്കെ ആയിരിക്കും. അവ കുറെ കഴിഞ്ഞിട്ടാണ് ബോട്ടണി ഉണ്ടാവുക, പറയാൻ പറ്റില്ല. ഞാനൊരു കാര്യം കൂടി പറയാം. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നിങ്ങളുടെ ബോട്ടണിയിലെ. ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടാണോ എളുപ്പമാണോ? ഞാൻ നിങ്ങളെ കുറച്ച് ഫീഡ്ബാക്ക് എടുക്കട്ടെ. എല്ലാവരും കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം. പറ, ചാപ്റ്റർ ഈസി ആണോ? ഓക്കെ. അത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഒറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ചാപ്റ്റർ എപ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുക? ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ പോകുന്നത്? നിങ്ങളത് പറഞ്ഞാണ്. എപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാവാൻ പോകുന്നത്? എങ്ങനെ? പഠിക്കാതിരിക്കുമ്പോഴാണ് ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുക. ഇന്നലെ നിങ്ങൾ വായിച്ചിരുന്നോ? സിൻസിയർ ആയിട്ട് നിങ്ങൾ ഇന്നലെ വായിച്ചിരുന്നോ? അപ്പൊ നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ഇന്നലെ ഞാൻ 1.5 മണിക്കൂർ എടുത്ത ചാപ്റ്റർ നിങ്ങൾ ഇന്നലെ വായിക്കാൻ എത്ര സമയം എടുത്തു? ഒന്ന് പറയാൻ പറ്റുമോ? ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ എടുക്കണുള്ളൂ അല്ലേ? ഇന്നലത്തെ പോർഷൻസ് മാത്രം അല്ലേ? മൊത്തം വായിക്കാൻ എത്ര ടൈം എടുക്കണ്ടേ? ഇന്നലെ എടുത്തവരെ മൊത്തം വായിക്കാൻ എത്ര ടൈം എടുക്കും? ഇനി കുറെ സമയം എടുക്കുമോ? ഇനി അത്ര സമയം എടുക്കില്ല. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഫസ്റ്റത്തെ പേജ് മുതൽ. ഫസ്റ്റത്തെ പേജിൽ എന്താണ് നമ്മൾ എഴുതിയത്? നമ്മള് ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ഇറ്റ് ഈസ് ദ സയന്റിഫിക് പ്രൊസീജിയർ ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് organisms into groups based on their similarities. പിന്നെ അരിസ്റ്റോട്ടലിന്റെ കാര്യം പറഞ്ഞു, ലീനിയസിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ അവരുടെ ഡീമെറിറ്റുകൾ പറഞ്ഞു, പ്രശ്നങ്ങൾ. പിന്നെ ആർഎച്ച് വിറ്റക്കറിന്റെ കാര്യം പറഞ്ഞു, അയാളുടെ മാനദണ്ഡങ്ങൾ, ടാലസ് ഓർഗനൈസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ 5 ഗ്രൂപ്പ് പറഞ്ഞു. 5 കിങ്ഡം. അതിൽ 5 കിങ്ഡത്തിലെ കിങ്ഡം മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്. മൊണീറ ബാക്ടീരിയക്കാണ്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ ഉണ്ട്. ആർക്കി ബാക്ടീരിയ തന്നെ അല്ലേ? മനസ്സിലാവുന്നില്ലേ ഞാൻ പറഞ്ഞതൊക്കെ? അല്ലേ? ക്ലിയർ അല്ലേ?
ഇനി നമ്മള് എന്തെങ്കിലും ടേംസും കാര്യങ്ങളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ടേംസും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാൻ? ഇല്ല, sir. മനസ്സിലാക്കണേ, ടേംസും കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യില്ല, കുറെ കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യും. അതിനാണ് ഞാൻ പറഞ്ഞത് ഈ ചാപ്റ്റർ കഴിഞ്ഞാലും ചാപ്റ്റർ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യാം, ഇപ്പൊ ഒരു നോട്ട്ബുക്ക് ഒക്കെ ഇങ്ങനെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ മുറ്റത്തല്ല നമ്മുടെ ടേബിളിലൊക്കെ കാണുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ മറച്ചു നോക്കുക. പഠിക്കണം എന്ന് ഞാൻ പറയില്ല, ജസ്റ്റ് ഇങ്ങനെ മറച്ചു നോക്കുക. ആ സാറ മൊണീറ പറഞ്ഞു, പ്രൊട്ടിസ്റ്റ് പറഞ്ഞു, പഞ്ചയ് പറഞ്ഞു, ഓക്കെ ഓക്കെ, അത് അവിടെ വെക്കുക ഇടക്ക്. അപ്പൊ ഇടക്ക് കെമിസ്ട്രിയുടെ നോട്ട്ബുക്ക് അങ്ങനെ കാണാം. അപ്പൊ കെമിസ്ട്രിയുടെ നോട്ട്ബുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ മറച്ചു നോക്കുക. നല്ല വൃത്തിയിൽ എഴുതുന്ന, നല്ല പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സയൻസ് ഈസ് ബെസ്റ്റ്. സയൻസ് അടിപൊളിയായിരിക്കും. കാരണം സയൻസ് നമ്മളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ നല്ല മനസ്സ് വേണം. ഞാൻ പറഞ്ഞ മാതിരി ഒരു 1.5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ അത് എടുത്തു വെച്ച് ഇനി പോയി കളിക്കാം, പബ്ജി കളിക്കാം, നെറ്റ്ഫ്ലിക്സിലെ സീരീസ് കാണാം, സിനിമ കാണാം, കല്യാണത്തിന് പോകും, അങ്ങനെ വിചാരിക്കുന്നവർക്ക് സയൻസ് ഈസ് ബിക്കം വെരി ഡിഫിക്കൾട്ട്. ആദ്യത്തെ ഒരു 4 മാസങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് 4 months വിത്ത് ഫസ്റ്റ് 4 chapters ഇൻ എവറി സബ്ജക്ട്. ബോട്ടണിയിലെ 4 ചാപ്റ്റർ, സുവോളജിയിലെ 4 ചാപ്റ്റർ, കെമിസ്ട്രിയിലെ 4 ചാപ്റ്റർ, ഫിസിക്സിലെ, മാത്സിലെ ഈ 4 ചാപ്റ്ററുകൾ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നോ അതിനനുസരിച്ച് ആയിരിക്കും നിങ്ങളുടെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ. അപ്പോഴേക്കും നിങ്ങൾ ട്രാക്കിൽ കയറും. ഇപ്പൊ ബോട്ടണിയുടെ ഒരു ചാപ്റ്റർ ആണ്, അതിൽ കുറച്ച് ടേംസുകൾ പഠിച്ചു. ഇനി അടുത്ത ചാപ്റ്റർ ഇതിലും കുറച്ചും കൂടി ടേംസ് പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. ഒരുപാട് ടെക്സ്റ്റ് ബുക്കിൽ ഡയഗ്രാംസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആ ഡയഗ്രാംസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, എന്നിട്ടാണ് ഇത് പഠിപ്പിക്കുക. അപ്പൊ ഞാനൊരു കാര്യം പറയണത്, എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ മാത്രമാണ് നമ്മളെ പഠിക്കാത്ത കുട്ടികളാക്കുന്നതും പഠിക്കുന്ന കുട്ടികളാക്കി മാറ്റുന്നതും. നമ്മുടെ പാരന്റ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ടല്ലേ അവർ നമ്മളെ ഈ ഒരു ഫെസിലിറ്റീസിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തിയത് അല്ലേ? നിങ്ങൾ നമ്മുടെ പാരന്റ്സിനോ ഇപ്പൊ ബോട്ടണിയിൽ എന്തെങ്കിലും സംശയം എന്നാ നിങ്ങളുടെ പാരന്റ്സ് എത്ര എഡ്യൂക്കേറ്റഡ് ആയാലും, ഈവൻ ഇഫ് ദേ ആർ ഡോക്ടർ, ഒരു ഡോക്ടർ ആയാൽ പോലും ഒരു ബോട്ടണി പറഞ്ഞുതരാൻ പറ്റില്ല. ഐ എം വെരി ഷുവർ അബൌട്ട്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ. ദേ കനോട്ട് ആൻസർ അബൌട്ട് ബോട്ടണി. എനിക്ക് ബോട്ടണി പറയാം, സുവോളജി ചിലപ്പോൾ അവർ പറയായിരിക്കും, ചിലപ്പോ അതാ പറയണത്. എങ്ങനെ ആയാലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ്സിൽ കേൾക്കുകയും അത് ഓരോ സമയത്ത് പോയിട്ട് വായിക്കുകയും ഓരോ സമയത്ത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു റിലേഷൻ വേണം എപ്പോഴും. നമ്മൾ ബുക്ക് കാണുമ്പോൾ ഇങ്ങനെ കാണുക, ഇടയ്ക്ക് മറച്ചു നോക്കുക, ഇങ്ങനെ എടുക്കുക, അവിടെ വെക്കുക, കെമിസ്ട്രി, അപ്പൊ തന്നെ നമ്മൾക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ, അങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കുന്ന കുട്ടിയായിട്ട് മാറുക. മനസ്സിലായ? പഠിക്കാത്തവരും പഠിച്ചു പോവുക, മലയാളം മീഡിയക്കാരും ട്രാക്കിൽ കയറുക, അങ്ങനെയൊക്കെ. നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഇരിക്കരുത്. ഇപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു, അടുത്ത ചാപ്റ്റർ എടുക്കുന്നു. ഇനിയിപ്പോ ഞാൻ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇന്ന കാണുക, പറയാൻ പറ്റൂല ഇവരെ എങ്ങനെ ഇടുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ നേരത്തെ വരും. അപ്പൊ ഒരു മാസം കഴിഞ്ഞ് കാണുമ്പോൾ എന്റെ ബുക്ക് അവിടെ ഇങ്ങനെ കിടക്കും, അനാഥപ്പെട്ട പ്രേതം പോലെ കാണാം. അപ്പൊ അതൊക്കെ ഒന്ന് ഇടയ്ക്കെടുത്ത് വായിച്ചു നോക്കണം നിങ്ങള്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതിന്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻ ഞാൻ അയക്കാം. എൻട്രൻസ് ക്വസ്റ്റ്യൻ ഞാൻ അയക്കണ്ട്, അത് നന്നായിട്ട് നോക്കണം. പിന്നെ അടുത്ത ചാപ്റ്റർ പ്ലാൻ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്, വലിയ ചാപ്റ്റർ ആണ്. അപ്പോഴേക്കൊക്കെ സ്കൂളൊക്കെ തുറക്കുമെന്ന് വിചാരിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? അതും കൂടി ചോദിക്കണല്ലോ നിങ്ങളോട്. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്കറിയില്ല എങ്ങനെയാണ്, എന്തെങ്കിലും മാറ്റം കൊടുക്കണോ, എന്തെങ്കിലും വേണോ, മാറ്റം വേണോ? സ്പീഡ് കുറച്ച് കൂട്ടാല്ലേ? സ്പീഡ് കുറച്ച് കൂട്ടിക്കൂടെ? നിങ്ങൾ പറ, എന്തെങ്കിലും മാറ്റം വേണം അടുത്ത ക്ലാസ്സിൽ? നിങ്ങൾക്ക് അനുസരിച്ചുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും മാറ്റം വേണം മക്കളെ? വേണോ? കുറച്ച് സ്പീഡ് കുറക്കാലേ? ഇതുപോലെ തന്നെ പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എഴുതുമ്പോൾ നോട്ടിന്റെ കൂടെ തന്നെ എഴുതാൻ ശ്രമിക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ടൈമും ലാഭിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വേറെന്താ? വേറെ ഒന്നുമില്ല കേട്ടാ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടോ? ഒരു ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ ടെക്സ്റ്റ് ബുക്ക്, യെസ് അതാ ഞാൻ പറയാൻ പോയ കാര്യം. ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ തുറക്കുമ്പോൾ സാർ ഈ പോർഷൻ എടുത്തിട്ടില്ലല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഏരിയ അടുത്ത ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ കിങ്ഡം പ്ലാന്റെയും കിങ്ഡം എനിമേലിയെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എടുത്തോ? കിങ്ഡം പ്ലാന്റെയും കിങ്ഡം എനിമേലിയെ ഞാൻ എടുത്തോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കിങ്ഡം പ്ലാന്റ് ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്.
കിങ്ഡം അനിമേലിയ വേറെ തന്നെ ഉണ്ട്, ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞിട്ട്, അത് സുവോളജിക്കാർ പഠിക്കും. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഏരിയ വായിച്ചു നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ ഏരിയ. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ അവിടെയും ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഇറ്റ് ഇസ് അതൊന്നും ജനറൽ ആയിട്ട് ഇങ്ങനെ വിതറുന്നുള്ളൂ. നിങ്ങളൊരു കാര്യം, നിങ്ങൾ നോട്ട് പഠിക്കേണ്ടത് കേട്ടോ. നോട്ട് പഠിക്കുക, ടെക്സ്റ്റ് വായിക്കാം. MBBS കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് വായിക്കണം. എന്നിട്ട് ടെക്സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ടെക്സ്റ്റ് വായിക്കുമ്പോൾ ആദ്യം ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. നോട്ട് വായിക്കുന്നതിന്റെ ആ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ എന്തായാലും ബുദ്ധിമുട്ടാണല്ലോ, കാരണം അങ്ങനെയാണല്ലോ. അപ്പൊ ആ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യണം. അവസാനം +2 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ലെവലാവും. ഇപ്പൊ നിങ്ങളെ ചെറിയ തല കുറച്ച് വികസിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിലുണ്ട്, മറക്കണ്ട. എനിക്ക് എപ്പോഴും പറയാനുള്ളത് എന്താ അറിയോ, അന്നന്ന് എടുക്കണത് ആയിഷ മെഹ, ഈ സാറ് നോട്ട്സ് ഉണ്ടോ ഈ ലെസന്റെ? ഈ നോട്ട്, ഇതിന്റെ നോട്ട് നിങ്ങൾ വീഡിയോ തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്നില്ലേ? ഇതിന് നോട്ട്സ് വേണോ? നോട്ട്സ് ഞാൻ തരാം, നോ പ്രോബ്ലം, ഞാൻ നോട്ട്സ് തരാം. പക്ഷെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ തരുന്ന നോട്ട്സും ഞാൻ തരുന്ന ഈ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ള നോട്ട്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതാണ് വിഷയം. ഡയഗ്രം ഉണ്ടായിരിക്കില്ല, ഒന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പൊ നമ്മൾ ബെസിഡിയോ കാർപ്പിന്റെ ഡയഗ്രം വരച്ചു, അതിൽ ബെസിഡിയ മാർക്ക് ചെയ്തു, അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്നാലും ഞാൻ ജസ്റ്റ് നോട്ട് അയച്ചു തരാം. നിങ്ങൾ ആ നോട്ടിൽ ഇങ്ങനെ ജസ്റ്റ് നോക്കുക. PDF ഞാൻ അയച്ചിട്ടുണ്ട്, ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത PDF നോട്ടാണ് ഉള്ളത്. സ്റ്റിൽ എനിക്കിഷ്ടം ക്ലാസ് കേൾക്കുമ്പോൾ നോട്ട് ചെയ്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ക്ലാസ്സിൽ തന്നെ അത് പഠിച്ചു പോകുന്നതാണ് എന്റെ ഇഷ്ടം. അതാണ്. പിന്നെ എന്റെ നോട്ട്ബുക്കിന്റെ ബാക്കിൽ വേറെ ആളെ ബോട്ടണിക്കാരെ പേരോ, ഇനിയിപ്പോ ബോട്ടണിക്ക് ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കില്ല, വേറെ ആൾക്കാരുണ്ടായിരിക്കാം. അപ്പൊ ബോട്ടണി എന്റെ നോട്ട്ബുക്കിന്റെ വേറെ ബാക്കിലൊന്നും വേറെ ആരും എഴുതരുത്. എന്റെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നോട്ട്ബുക്ക് ആയിരിക്കണം ഇഷ്ടം. ഇനിയിപ്പോ ആരെങ്കിലും 2 എണ്ണം എഴുതി പോയോ, ബോട്ടണിയും സുവോളജിയും അങ്ങനെ ആക്കുന്നുണ്ടോ? ആരെങ്കിലും ആക്കിയോ? അങ്ങനെ ആക്കിയിട്ടുണ്ടോ? അങ്ങനെ ആക്കിയവരായാൽ കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ആക്കാത്തവർ ആക്കണ്ട കേട്ടോ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആക്കണ്ട. അപ്പൊ എന്താ പറയാനുള്ളത്, എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നല്ല നോട്ട്ബുക്ക് വേണം, നല്ല കയ്യക്ഷരത്തിൽ എഴുതണം, നല്ല ചുവപ്പ് മഷി, ഇമ്പോർട്ടൻസ് മാർക്ക് ചെയ്യണം, ഇടയ്ക്കൊക്കെ ഒന്ന് അത് ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്നാ ശരി മക്കളെ, ഓക്കെ. Thank you, sir. Thank you, sir. Yes, sir. Thank you, sir. Thank you, sir. Thank you.